അനുഭവിക്കുന്നു. മറ്റു ചിലർക്ക് ആരോഗ്യപരമായിരിക്കുന്ന പ്രശ്നമാണ്. സമ്പത്തും പണവും എല്ലാ സുഖവും ഉണ്ടെങ്കിലും അവിചാരിതമായി പെട്ടെന്ന് വന്നുപോയ നമ്മുടെ ഭാര്യക്കോ മക്കൾക്കോ അല്ലെങ്കിൽ വീട്ടിന്റെ ഉടമക്കോ വന്നുപോയ മാരകമായ രോഗം, ആ രോഗം കൊണ്ട് വീട്ടുകാർ മൊത്തത്തിൽ ടെൻഷനാണ്, വിഷമമാണ്, പ്രയാസമാണ്, ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര പണമുണ്ടായിട്ടെന്താ, എന്ത് സുഖമുണ്ടായിട്ടെന്താ, അങ്ങനെ വരും. മറ്റൊരു വശത്ത് നമ്മുടെ മക്കള് സമാധാനം കെടുത്തുന്നു. എവിടെ നോക്കിയാലും ബാധപ്പണിയുടെ കഥ പറയുകയല്ല ഞാൻ. ബാധപ്പണിയിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടിട്ട് നല്ല സമാധാനം കുട്ടികൾക്ക് ഉണ്ടാവും. പുറത്തത്തെ കഥ പറയാണ്. മറ്റു സ്ഥലങ്ങളിലേക്ക് നോക്കിയാൽ ഇവിടൊക്കെയും മക്കളെ കൊണ്ട് വലിയ പ്രശ്നമാണ്, വലിയ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും ശല്യമുണ്ടാക്കുന്നു, പ്രശ്നങ്ങളുണ്ടാക്കുന്നു. കഞ്ചാവ്, കള്ളുകുടി, മയക്കുമരുന്ന്, പെൺപിടിത്തം, പെണ്ണിന്റെ കേസുകള്, ഇങ്ങനെ പലവിധ പ്രശ്നങ്ങൾ നമ്മളെ സന്താനങ്ങളെ കൊണ്ട് മക്കളെ കൊണ്ട് ഉണ്ടായി. അതുകൊണ്ട് അസമാധാനമാണ്. എന്നാൽ ഈ അസമാധാനം നമ്മളെ സന്താനങ്ങളെ കൊണ്ട് മക്കളെ കൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? അതിനെന്താണ് കാരണം? ഒന്ന്, നമ്മളെ മക്കളെ, നമ്മളെ സന്താനങ്ങളെ നമ്മൾ വേണ്ടതുപോലെ നിയന്ത്രിച്ചില്ല, കൺട്രോൾ ചെയ്തില്ല. അല്ലേ? മക്കള് 5 നേരം നിസ്കരിക്കാൻ പറഞ്ഞാൽ നിസ്കരിക്കുന്നില്ല. നമ്മുടെ ചെറുപ്പക്കാരെ മക്കളെയൊക്കെ നിങ്ങൾ പരിശോധിച്ചു നോക്ക്, എത്ര പേര് നിസ്കരിക്കുന്നുണ്ട്? ഞങ്ങളെ മക്കളെ പരിശോധിച്ച് നിങ്ങൾ നോക്ക്. രക്ഷിതാക്കളോട് പറയാണ്, PUC പഠിക്കുന്നു, ഫസ്റ്റ് PUC, സെക്കൻഡ് PUC പഠിക്കുന്നു, SSLCക്ക് പഠിക്കുന്നു, കോളേജിൽ പോകുന്നു, ഡിഗ്രി ആക്കുന്നു. ആ മക്കളിൽ 5 നേരം നിസ്കരിക്കുന്ന മക്കൾ ഇവിടെയുണ്ട്. ദുഹറും അസർ എന്ന് പറഞ്ഞ നിസ്കാരം ഇല്ലേ ഇല്ല ഞങ്ങളെ മക്കൾക്ക്. അല്ലേ രക്ഷിതാക്കളെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നിങ്ങൾ ഇരിക്കുന്ന നിങ്ങൾ ആലോചിച്ചു നോക്ക്. നിങ്ങളെ മക്കൾ എവിടെയെങ്കിലും ദുഹറും അസറും നിസ്കരിക്കുന്നുണ്ടോ? കോളേജ് പോകുന്നുണ്ട്, മംഗലാപുരത്ത് പോണം, തൊക്കോട്ട് പോണം, അല്ലെങ്കിൽ മറ്റിടത്തെങ്കിലും പോണം, എല്ലാം പോയി പഠിക്കുന്നു. അവർ എവിടെയെങ്കിലും ദുഹറും അസറും നിസ്കരിച്ചതായിട്ട് നമ്മൾക്ക് അനുഭവത്തിലുണ്ടോ? ഞങ്ങളെ മക്കളെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ദുഹറും അസറും നമ്മളെ മക്കൾക്ക് വേണ്ട, അവർ നിസ്കരിക്കാതെ പഠിച്ചിട്ട് അങ്ങനെ തന്നെ ശീലിച്ചു പോയി. നമ്മൾ ഇതുവരെ അത് കേട്ടിട്ടില്ല. മക്കളോട് നിസ്കാരം നിങ്ങൾക്ക് കിട്ടിനാറാ. പിന്നെ വന്നിട്ട് മഗ്‌രിബും ഇശാവുമാണ് പിന്നെ നിസ്കാരം. ളുഹറും അസറും നിസ്കരിക്കാതെ കുറ്റങ്ങൾ ഇങ്ങനെ സമ്പാദിച്ചു. നിസ്കാരം ഖളാ ആക്കുന്നത് ബന്ധോഷമാണ്, കബീറത്താണ്, വലിയ കുറ്റമാണ്, വലിയ ശാപമാണ് നിസ്കാരം ഖളാ ആക്കുന്നത്. അത് നമ്മുടെ മക്കള് 2 നേരം ളുഹറും അസറും ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ കുറ്റങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്ന നമ്മളെ മക്കൾക്ക് പിന്നെ മഗ്‌രിബ് എന്തിന് വേണം, പിന്നെ അസറന്തിന് ഇശാ എന്തിന് വേണം? അതിനോടും ചിലപ്പോൾ പുരക്കാർ രക്ഷിതാക്കളെ നിർബന്ധിച്ചാൽ, ഞാൻ പള്ളിക്ക് പോയി നിന്നിട്ട് ചിലപ്പോൾ കഴിഞ്ഞിട്ട് വരും. പലപ്പോ പള്ളിക്ക് എത്തിയിട്ടുണ്ടാവും, എടങ്ക് പീഠന്റെ മുറ്റത്ത് എടങ്ക് കോലായിരുന്നിട്ട് ബടയാ വൈകിട്ട് ഓർ പുരക്കെത്തിയിട്ടുണ്ടാവും. അങ്ങനെ ദുഹറുമില്ല, അസറുമില്ല, മഗ്‌രിബുമില്ല, ഇശാവുമില്ല. പിന്നെ ഉണ്ടെങ്കിൽ ഒരു നിസ്കാരം സുബഹി. ഞാൻ ഊഹിക്കുന്നു സുബഹി പിന്നെ എങ്ങനെ ഉണ്ടാവും? ഓന് ളുഹറും ഇല്ല, അസറും ഇല്ല, മഗ്‌രിബും ഇല്ല, ഇശാവും ഇല്ല. അല്ല, ഞങ്ങളെ പള്ളിയിൽ അങ്ങനെ ആരും കാണുന്നില്ല, പിള്ളേർ ആരും വന്ന് നിസ്കരിക്കുന്നത് കാണുന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു. അങ്ങനെ സുബഹി നിസ്കാരത്തിന്റെ പുരക്കാർ ഉമ്മയോ ബാപ്പയോ വിളിച്ചു. അങ്ങനെ വിളിച്ചു കുറെ നേരം. ചിലപ്പോ ചിലർ എല്ലാം ഖളായിട്ട്
7 മണിയാകുമ്പോൾ പഠിച്ചിട്ട് ഒരു നിസ്കാരം എന്ന പേരിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലായി ചില മാതാപിതാക്കൾക്ക് അതും വലിയ വിഷയമല്ല. ഇങ്ങനെ ഞങ്ങളെ മക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിസ്കാരം എന്നതില്ല. ചുരുക്കത്തിൽ 5 നേരത്തെ നിസ്കാരം ഒഴിവാക്കിക്കൊണ്ട് ഡെയിലി വന്തോഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ മക്കള്. ഇവരെ കൊണ്ട് ഞങ്ങൾക്ക് സമാധാനം കിട്ടണം. എങ്ങനെ കിട്ടും? അങ്ങനെ ഇരിക്കുന്ന മക്കള് ഇബ്ലീസിന്റെ പിടിത്തത്തിലായി. 5 നേരം നിസ്കാരമില്ലാത്തവര് കുട്ടിയല്ല, മുതിർന്നവൻ. പ്രായം 15 വയസ്സായാൽ പിന്നെ അവൻ മുതിർന്ന ആളായി, വലിയവനായി. അവൻ പൂർണ്ണമായും ഇബ്ലീസിന്റെ പിടിത്തത്തിലായി. അവനെ കൊണ്ട് പിന്നെ കഞ്ചാവ് വലിപ്പിക്കുന്നത് ഒരു പ്രശ്നവുമല്ല. ഇബ്ലീസിന് വളരെ ഈസിയാണ്, എളുപ്പമാണ്. ഇതുപോലെ കുട്ടികളെ കയ്യിലുള്ള പന്ത് പോലെ, പന്ത് അല്ലെങ്കിൽ ചെണ്ട്, അതുപോലെ ഇബ്ലീസിന്റെ കയ്യിലുള്ള ചെറുപ്പക്കാരായി തീർന്നു. അങ്ങനെ അവരിൽ നിന്നിട്ട് പലജാതി കുറ്റങ്ങളും തെറ്റുകളും വന്നുകൊണ്ടിരിക്കുന്നു. മാതാപിതാക്കൾക്ക് ഉറക്കമില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നു. ഇത് എങ്ങനെയുണ്ടായി? എത്ര ഉപദേശിച്ചിട്ടും മക്കൾ കൺട്രോളില്ല, കിട്ടുന്നില്ല. അതിന് കാരണം എവിടെ? അതിന്റെ കാരണം ഒരു കുട്ടികളായെന്ന് പിന്നെ ചിന്തിക്കുന്നതല്ല. അതിന്റെ കാരണം മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് ചിന്തിക്കാത്തതാണ് ഫലം. ബുദ്ധിമുട്ട്. മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് ആലോചിക്കേണ്ട കാര്യമാണ്. പിന്നെ പിടിത്തത്തിന് കിട്ടുന്നില്ല എന്ന് പറയുന്നത്. എങ്ങനെ മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് ആലോചിക്കാന്ന് പറഞ്ഞാൽ അത് മംഗലം കഴിക്കുമ്പോ തന്നെ ചിന്തിക്കേണ്ട വിഷയമാണ്. ജനിക്കുന്ന മക്കള്, അനുസരണമുള്ള മക്കള്, അല്ലാഹുവിനിക്ക് ഭയപ്പെടുന്ന മക്കൾ, ഇതൊക്കെ ആയി കിട്ടാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ അത് ആലോചിക്കേണ്ട വിഷയമാണ്. എങ്ങനെ വിവാഹം കഴിക്കണം? വാങ്ങിക്കുന്നത് എങ്ങനെ? ആദ്യമായിട്ട് വിവാഹം പ്രായമെത്തിയവരെ പെൺകുട്ടിക്ക് പുതിയാപ്പിള തേടുന്നു. അതുപോലെ വിവാഹം കഴിക്കുന്ന ഒരു പുരുഷൻ ഒരു പെണ്ണിനെ തേടുന്നു. എങ്ങനെ? അതിന് നമ്മളിലല്ലോ ഇത് വിവാഹത്തിന്റെ ഇഷ്ടം പോലെ ആളുകളൊക്കെ ബ്രോക്കർമാരുണ്ട്. നമുക്ക് വേണ്ടത്ര അവർ ഉണ്ടാക്കുന്നു. അതിന് വിവാഹം ചെയ്ത് ഇനി പുതിയാപ്പിള സെറ്റാക്കി കൊടുക്കാൻ ആളുണ്ട്. ബ്രോക്കർമാർ ചെയ്യുന്ന പണിയുടെ മോശമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിൽ ഒരുപാട് ഗുണമുണ്ട്. അവരെ കൊണ്ടിട്ട് കുറെ പൈസ വാങ്ങിട്ട്, കുറെ കാശ് വാങ്ങിട്ട് ഒരാക്കിട്ട് അങ്ങനെ ചെയ്യരുത്. അതല്ല, നല്ല നിലക്കും ചെയ്തു കൊടുക്കാൻ. പാവപ്പെട്ടൊരു പെണ്ണ് ഒക്കെ ഒരു പുതിയ ആപ്പിളാവാൻ വേണ്ടിട്ട് ആരും ആക്കി തന്നില്ലെങ്കിൽ ബ്രോക്കർമാരെ സമീപിച്ചാൽ ഓറാക്കി തരും. അത് മോശമെന്ന് ഞങ്ങൾക്ക് പറയാനില്ല. എല്ലാരും ഓരോ വിവാഹത്തിന്റെ ബ്രോക്കർമാർ ചിലപ്പോൾ ചെറുതാക്കിയിട്ട് മോശമാക്കിയിട്ട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. എന്താണ് കാരണം? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അഫ്ദലുശ് ശഫാഅത്തി അൻ തശ്ഫഅ ഫീ നികാഹിൻ ബൈന ഇത്നൈൻ. അഫ്ദലുശ് ശഫാഅത്തി, നീ ഉപദേശിക്കുന്നത് അല്ലെങ്കിൽ നീ ശഫാഅത്ത് ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയം പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ആക്കുന്നത്, അൻ തശ്ഫഅ ഫീ നികാഹിൻ ബൈന ഇത്നൈൻ, രണ്ടാളുടെ ഇടയിൽ ഒരു നിക്കാഹ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടുന്ന ആവശ്യങ്ങൾക്ക് പുതിയാപ്പിളിനെയും പുതിനാട്ടിനെയും സെറ്റാക്കിട്ട് കൊടുക്കുന്നത്, അത് ഏറ്റവും അഫ്ദലുശ് ശഫാഅത്താണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതൊരു മോശമെന്ന് പറയാനൊന്നുമില്ല. എങ്ങനെ? അഫ്ദലുശ് ശഫാഅത്തി അൻ തശ്ഫഅനി ഫീ നികാഹിൻ ബൈന ഇത്നൈൻ, രണ്ടാളിടയിൽ ഒരാണിനെയും ഒരു പെണ്ണിനെയും ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് നീ വേണ്ടുന്ന ഒത്താശകളൊക്കെ ചെയ്തിട്ട് സംസാരിച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ട് കൊടുക്കുന്നത്, അത് ഏറ്റവും വലിയ ശഫാഅത്താണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അവർ ആക്കി കൊടുക്കണം. എങ്ങനെ? ഏതെങ്കിലും തൊണ്ടന് ഏതെങ്കിലും കിട്ടിയവരെ വായിച്ചിട്ട് അങ്ങനെ ആക്കി കൊടുക്കാൻ പാടില്ല. നല്ല വ്യക്തി, നല്ല പാർട്ടി, നല്ല ദീനിയായ വിവാഹത്തിനെ തേടിയിട്ട് സെറ്റാക്കിട്ട് കൊടുക്കണം. അങ്ങനെ ഒരു പുതിയ പിള്ളേനെ അങ്ങനെ സംസാരിച്ചിട്ട് വിഷയം പറഞ്ഞിട്ട് ഒപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുതിയാപ്പിളയാകുന്ന ആള് നീ ഒരു ഇസ്തിഖാറത്ത് ചെയ്യണം. വിവാഹം കഴിക്കുന്നത് എങ്ങനെയാക്കണം? ഇസ്തിഖാറത്ത് ചെയ്യണം.
എത്ര ആള് മങ്ങാനായിട്ടായിനി? ആരെങ്കിലും ഇസ്തിഹാറത്ത് ചെയ്തവരുണ്ടാ? എന്താ ഇസ്തിഹാറത്ത്? 2 റക്അത്ത് നിസ്കരിക്കാം, ഇസ്തിഹാറത്ത് നിസ്കാരം എന്നിട്ട് നിസ്കരിക്കാം. പടച്ചോനെ, ഇന്നെ പോലെ ഒരു വിവാഹാലോചന വന്നിട്ടുണ്ട് ഒരു പെണ്ണിന്റെ. ഞാൻ ഈ പെണ്ണിനെ നിക്കാഹ് കഴിക്കല് അതെനിക്ക് ഖൈറാണെങ്കിൽ നീ ഇത് പൂർത്തിയാക്കിയിട്ട് എനിക്ക് തരണം. അത് ഷർറാണെങ്കിൽ ഇനി ഇത് നീ എനിക്ക് ഇവിടെ നിന്ന് തന്നെ അവസാനിപ്പിച്ചിട്ട് ഇതിനെ പൂർത്തിയാക്കണ്ട എന്ന് പറഞ്ഞ് ആ നിസ്കാരം കഴിഞ്ഞിട്ട് ദ്വാരക്കണം. ഇസ്തിഹാറത്തിന്റെ നിസ്കാരം. പെണ്ണ് സെറ്റായാൽ സെറ്റായിട്ടില്ല, മുണ്ടിട്ട് വരുന്നതേ ഉള്ളൂ, പെണ്ണ് നോക്കിയിട്ടൊന്നുമില്ല. അതിന്റെ ഇടക്ക് നീ ഇസ്തിഹാറത്ത് ചെയ്തിട്ട് എങ്ങനെ 2 റക്അത്ത് നിസ്കരിക്കുക. ഇസ്തിഹാറത്തിന്റെ നിസ്കാരം, ഖൈറിനെ തേടുന്ന നിസ്കാരം ചെന്നിട്ട് കൈയ്യട്ടിട്ട് നിസ്കരിക്കണം. നിസ്കരിച്ചിട്ട് കഴിഞ്ഞിട്ട് അല്ലാഹുവോട് ദ്വാരക്കണം. ഈ വിവാഹം എനിക്ക് ഖൈറാണെങ്കിൽ എനിക്ക് നീ പൂർത്തിയാക്കിയിട്ട് താ, ഇല്ലെങ്കിൽ വേണ്ട. അങ്ങനെ ഇസ്തിഹാറത്ത് ചെയ്തിട്ട് ഖൈർ തേടിയിട്ട് പിന്നെ നീ പെണ്ണ് നോക്കാൻ വേണ്ടിട്ട് പോകണം. ഞങ്ങാരും പെണ്ണോളം നോക്കിയിട്ടിരിക്കല, ഇസ്തിഹാറത്തിന്റെ ഭാഗത്തെ കാര്യം നോക്കിയിട്ടില്ല. പുതിയാപ്പിളനെ, ഒരു പെണ്ണിനെ വായിക്കുന്ന ഉപ്പ ഒരു പുതിയാപ്പിള തേടിയപ്പോഴും അങ്ങനെ തന്നെ ചെയ്യണോ? ഒരു പാർട്ടി വന്നിട്ടുണ്ട്, അതിലേക്ക് എന്റെ മോളെ കൊടുക്കൽ ഖൈറാണ് എങ്കിൽ അല്ലാഹുവേ എനിക്കിത് നീ പൂർത്തിയാക്കി താ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അങ്ങനെ പുതിയാപ്പിളനെ തേടുമ്പോൾ അല്ലെങ്കിൽ പെണ്ണ് തേടുമ്പോൾ എന്ത് നോക്കണം? ദീന് നോക്കണമെന്നാണ് ചുരുക്കി പറയാം. വീട്ടിലൊന്നും പറയാൻ സമയമില്ല. ദീന് ഒന്നാമതായിട്ട് നോക്കണം. എങ്ങനെ ദീന് നോക്കണം? ഇപ്പൊ ഞങ്ങൾ ദീന് നോക്കുന്നത് എങ്ങനെ നോക്കുന്നേ? പുതിയാപ്പിളത്തെ വന്നിട്ട് ചോദിക്കുന്നു, ഉസ്താദെ അവൻ എങ്ങനെ ആള്? ഉസ്താദല്ലേ വന്നിട്ട് കേൾക്കുന്നേ, അവൻ പുതിയാപ്പിളെ ഞമ്മ ഇങ്ങനെ വിവാഹാലോചന നടത്തിക്കൊണ്ടുണ്ട്, എങ്ങനെ അത് ശരിയാവോ? ഞങ്ങൾക്ക് അവർ ചോദിക്കുന്നത് എന്താ? അവൻ കഞ്ചാവ് വലിക്കുന്നവനാണോ, അവൻ കള്ളു കുടിക്കുന്നവനാണോ? ഇത് മാത്രം ഞങ്ങളെ പുതിയാപ്പിളെ മക്കൾക്ക് പുതിയാപ്പിള തരുമ്പോ ഞങ്ങൾ ഇപ്പൊ നോക്കുന്നേ. ഓൻ നിസ്കരിക്കുന്നവനാണോ എന്നിട്ട് ഞമ്മ നോക്കൂല. എന്നാൽ നല്ല പുതിയാപ്പിളിനെ തേടിയിട്ടില്ലെങ്കിൽ, നല്ല പെണ്ണിനെ തേടിയിട്ടില്ലെങ്കിലും നിനക്ക് പിന്നീട് ജനിക്കുന്ന മക്കള് നിനക്ക് കൺട്രോളാക്കാൻ കഴിയാത്ത നിലയിലായി തീരുന്നു. അവിടെയാണ് പ്രശ്നം. ദീനിയായ സ്വാലിഹായ പെണ്ണിനെ തേടിയിട്ടില്ലെങ്കിൽ, സ്വാലിഹായ പുതിയാപ്പിളിനെ തേടിയിട്ടില്ലെങ്കിൽ പിന്നീടാണ് ജനിക്കുന്ന മക്കള് എനിക്ക് ഒരു നിലക്കും ഭയപ്പെടാത്തവർ, നിസ്കരിക്കാത്തവർ, കഞ്ചാവിന്റെ അടികൾ തമ്മാടികളായിട്ട് മാറുന്നത് അവിടെയാ. ഒരു ചെറിയ കഥ നിങ്ങളെ മുമ്പിൽ ഞാൻ വെക്കാം. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങൾ, അബൂ ഹനീഫ തങ്ങൾ അറിയല്ലേ? വലിയ മഹാനാണ് അബൂ ഹനീഫ തങ്ങൾ. ഞാൻ കഥയൊന്നും ഇപ്പൊ പറയുന്നില്ല. അബൂ ഹനീഫ തങ്ങളുടെ പേര്, പെണ്ണുങ്ങളുടെ ബാപ്പന്റെ പേര് സാബിത്ത് റളിയല്ലാഹു അൻഹു എന്നാണ്. വലിയ മഹാനാണ് സാബിത്ത് എന്ന മഹാൻ, അബൂ ഹനീഫ തങ്ങളുടെ ബാപ്പ. ഒരു ദിവസം ഒരു തോട്ടിൽ പോയിട്ട് കുളിച്ചു, ഉതുകൊടുത്തു, തോട്ടിൽ പോയിട്ട് ഒരു വെള്ളത്തിന്റെ അടുക്കൽ പോയിട്ട്, അങ്ങനെ ആ വെള്ളത്തിന്റെ അടുക്കൽ തോട്ടിൽ പോയിട്ട് കുളിച്ചു, ഉതുകൊടുത്തിട്ട് എടുക്കുമ്പോ ആ വെള്ളത്തിൽ കൂടിയിട്ട് ഒരു ആപ്പിള് ഇങ്ങനെ ഒഴുകിട്ട് ഒലിച്ചു വരികയാണ്. ഹരി അബൂ ഹനീഫ തങ്ങളുടെ ബാപ്പയാകുന്ന സാബിത്ത് റളിയല്ലാഹു അൻഹു വെള്ളത്തിൽ ഇങ്ങനെ ഒരു ആപ്പിള് ഒലിച്ചു വരുന്നു ആ തോട്ടിലൂടെ. ആ ആപ്പിളിനെ പെറക്കിയിട്ട് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ തങ്ങളുടെ ബാപ്പയാകുന്ന സാബിത്ത് റളിയല്ലാഹു അൻഹു അതിനെ തിന്നത് പകുതി മാത്രമേ തിന്നിട്ടു. ആ ആപ്പിള് പകുതി തിന്നപ്പോ മൂപ്പർക്ക് ഓർമ്മ വന്നു, പടച്ചവനെ ലഅല്ല ലഹു മാലിക, പടച്ചവനെ ഈ ആപ്പിളിന് ഒരു ഉടമസ്ഥനുണ്ടാകുമല്ലോ, ഈ ആപ്പിളിന്റെ മരത്തിന്റെ ഒരു ഉടമസ്ഥനുണ്ടാകുമല്ലോ. ഇത് ആരുടെ തോട്ടത്തിന്റെ ആപ്പിളാണ് ഞങ്ങൾക്കറിയില്ലല്ലോ അല്ലാ. ഈ ആപ്പിള് ഞാൻ പകുതി തിന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇതിന്റെ ഉടമസ്ഥനാരാണെന്നറിയില്ലല്ലോ അല്ലാ. ആ ഉടമസ്ഥനക്ക് ഞാൻ തിന്ന ആപ്പിളിനെ കുറിച്ചിട്ട് ഇഷ്ടമുണ്ടാകുമോ, പൊരുത്തമുണ്ടാകുമോ എന്നുള്ള ബോധം വരികയാണ് സാബിത്ത് റളിയല്ലാഹു അൻഹു. എനിക്ക്
മഴകാലം വരുമ്പോൾ തോട്ടിലൂടെ വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുന്നുണ്ടല്ലോ, ജോറിലെ വെള്ളം വരുമ്പോ ഇഷ്ടം പോലെ തേങ്ങ ഒലിച്ചു വരും ആ വെള്ളത്തിൽ കൂടിയിട്ട്. ഞങ്ങൾക്കല്ല മത്സരം, ഞങ്ങളെ പിള്ളേർക്കും യുവാക്കൾക്കല്ല വല്ല ഇൻട്രസ്റ്റ് മത്സരം. എന്താ? തേങ്ങ പിടിക്കുന്ന ഇൻട്രസ്റ്റ്. വെള്ളത്തിലൂടെ ഒലിച്ചു വരുന്ന തേങ്ങ വരുന്ന മത്സരത്തോടു കൂടെ വാരിട്ട് എന്ത് കുസി എന്ത് കുസാള് വാരിട്ടെടുക്കുമ്പോ എല്ലാം ചാക്കിലാക്കിട്ട് കൂടിയിലാക്കിട്ട് കൊട്ടിക്കൊള്ളോ. ചിന്തിച്ചിട്ടുണ്ടോ? ലഅല്ലഹു മാലികാ, ഈ തേങ്ങക്ക് ഒരു തെങ്ങിന്റെ ഉടമസ്ഥൻ ഒരു മാലിക്കുണ്ടാകുമല്ലോ. ആ തെങ്ങിന്റെ ഉടമസ്ഥനിക്ക് ഇത് പൊരുത്തമുണ്ടോ, ഞങ്ങൾ ഈ തേങ്ങ വാങ്ങുന്നത് ഇഷ്ടമുണ്ടോ എന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. നമ്മളത് നോക്കിയിട്ടില്ല. അപ്പൊ എന്താക്കുന്ന ഉസ്താദെ, തേങ്ങ എടുക്കാൻ പറ്റില്ലേ? എടുത്തു, ഇപ്പൊ ഇല്ലപ്പാ. അതിന്റെ ഇപ്പൊ തെങ്ങിന്റെ ഉടമസ്ഥ പിടിച്ചു വെച്ചാൽ അവന് കഴിയുന്നതിനെ. വെള്ളത്തിൽ ഒഴുകിയിട്ട് പോകുന്ന തേങ്ങാനെ പിടിച്ചു നോക്കാൻ അവന് കഴിയുന്ന അവൻ അതിന്റെ ആസളക്കിന് അത് പോയത് പോട്ടു. അതുകൊണ്ട് ഇപ്പൊ അതിനെ വില വിഷയാക്കിയിട്ടല്ല പറഞ്ഞത്. പക്ഷേ അബൂ ഹനീഫ തങ്ങൾക്കും അങ്ങനെ തന്നെയാണ് ചെയ്യാമായിരുന്നു. ബഹുമാനപ്പെട്ട സാബിത്ത് റളിയല്ലാഹു അൻഹുവിനും ആ ആപ്പിള് വെള്ളത്തിൽ ഒലിച്ചു വന്നതാണല്ലോ, അതിന് വലിയ വിഷയമാക്കേണ്ടതില്ലായിരുന്നു. അതിന്റെ ഉടമസ്ഥനത് ഏതായാലും അതിന്റെ ആശളക്കിട്ടല്ലേ വിട്ടിട്ടുള്ളത്, അതുകൊണ്ട് എനിക്ക് തിന്നതിൽ പ്രശ്നമില്ല എന്ന് സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലാക്കാമായിരുന്നു. അങ്ങനെയല്ല ചെയ്തത്. ഹക്കിന്റെ വിഷയം, അന്യവന്റെ സ്വത്തിന്റെ വിഷയം, അതിലുള്ള സൂക്ഷ്മതയാണ്, അതിലുള്ള ജാഗ്രതയാണ്. ബഹുമാനപ്പെട്ട സാബിത്ത് റളിയല്ലാഹു അൻഹു ആ ആപ്പിളിനെ കുറിച്ച് ചിന്തിച്ചു. ലഅല്ലഹു മാലികാ, ഇതിനൊരു ഉടമസ്ഥനുണ്ടാകുമല്ലോ. അങ്ങനെ ആ മാലിക് ആരായിരിക്കും അറിയാൻ ഈ ആപ്പിള് വന്ന അങ്ങ് വെള്ളത്തിൽ ഇങ്ങനെ ഒലിച്ചു വന്ന അതേ ബയ്യിലൂടെ തോട്ടിന്റെ കരയിലൂടെ സാബിത്ത് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നിട്ട് കുറെ അപ്പുറം പോയിട്ട് നോക്കുമ്പോ ഒരു കണിയിൽ നിന്നിട്ട് വെള്ളം ഒലിച്ച് ഈ തോട്ടിലേക്ക് വരുന്നു. ഒരു തോട്ടത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു കണിയിലൂടെ ഒരു ചാലിലൂടെ വെള്ളം ഇങ്ങനെ ആ തോട്ടിലേക്ക് ഒലിച്ചു വരുന്നു. ഒരു തോട്ടത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു കണി, അതിന് വെള്ളം ഇങ്ങനെ തോട്ടിലേക്ക് ഒലിച്ചു വരുന്നു. ബഹുമാനപ്പെട്ടവർ എന്ത് ചെയ്തു? ഈ മരത്തോട്ടത്തിന് വരുന്ന പഴമായിട്ടുണ്ടാവും. അങ്ങനെ അവിടെ എല്ലാം പറയപ്പെടുന്നു. എടി പൊര കാണുന്നില്ല. അവിടെ ഉള്ള ആൾക്കാരോട് ചോദിച്ചു, ഈ തോട്ടത്തിന്റെ ഉടമസ്ഥൻ ആരാ? അങ്ങനെ ആ ഉടമസ്ഥനെ തേടിയിട്ട് ആ പുരക്ക് പോയി. അങ്ങനെ പുരക്ക് പോയിട്ട് എന്ത് പറഞ്ഞു? ബഹുമാനപ്പെട്ടവർ പോയിട്ടൂടെ പറയാണ്, ഇത് നിങ്ങളതാണോ ഈ തോട്ടം? അതെ, എന്റെ തോട്ടം. ഈ ആപ്പിള് നിങ്ങളെ തോട്ടത്തിൻ്റെത്, നിങ്ങളെ മരത്തിൻ്റെതാണോ? അപ്പൊ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അതെ, ഇത് എന്റെ മരത്തിന്റെ, എന്റെ മരത്തിലുള്ള, എന്റെ തോട്ടത്തിലുള്ള മരത്തിന്റെ ഈ ജാതിയിൽ പെട്ട തന്നെയാണ് ഈ ആപ്പിള്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, പഠിച്ചോനെ സുഹൃത്തെ, ഞാനിതിന്റെ ഒരു പകുതി ഭാഗം തിന്നു കഴിഞ്ഞു പോയി. ഞാനിപ്പോൾ ഖേദിക്കുകയാണ്. അതുകൊണ്ട് ആ ആപ്പിളിന്റെ പകുതി തിന്നുപോയത് ഒന്ന് പൊരുത്തപ്പെടിക്കാൻ ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ആ വീട്ടിന്റെ ഉടമസ്ഥൻ ഞങ്ങളടുത്ത് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഞങ്ങളടുത്ത് വന്നിട്ട് പറഞ്ഞാലോ, ആചാരെ നിങ്ങളെ തോട്ടത്തിന്റെ ആപ്പിള് ഇതിങ്ങനെ വെള്ളത്തിൽ ഒലിച്ചു വന്നത്, ഞാൻ അതിനെ പറിച്ച് തിന്നുപോയി പാതി, നിങ്ങൾ പൊരുത്തപ്പെടുന്നു. അത് സാരല്ലോ തങ്ങളെ ഉസ്താദെ, നിങ്ങൾ അതിൽ നിന്ന് തിന്ന പോലെ എനിക്ക് രണ്ടിടത്തോളം വേണമെങ്കിൽ വലിയ വിഷയമല്ല, അതെല്ലാം പറയില്ല. അത് വലിയ വിഷയം തരും. ആപ്പിളിന്റെ വിഷയം നിങ്ങൾ എത്ര വലിയ സംഗതിയാക്കി ചെന്നിരിക്കുന്നേ എന്ന് പറയില്ലേ? എന്നാൽ ആ തോട്ടത്തിന്റെ ഉടമസ്ഥൻ പറഞ്ഞതെന്താണ്? അയാള് പറഞ്ഞു, പടച്ചവനെ, ലാ അജ്അലുക ഫീ ഹില്ലിൻ മിൻഹു ഇല്ലാ ബിശുറൂത്ത്. ഞാൻ നിങ്ങൾക്ക് ആപ്പിള് പൊരുത്തപ്പെടുത്തരൂല. എനിക്ക് ചില നിബന്ധനകളും ഷർത്തുകളും ഉണ്ട്. അത് നിങ്ങൾ പാലിച്ചാലല്ലാതെ നിങ്ങൾക്ക് ഞാൻ എന്റെ പൊരുത്തപ്പെട്ട് തരുന്ന വിഷയമേ ഇല്ല. എന്താ പൊരുത്തപ്പെട്ട?
അപ്പൊ സാബിത്ത് തങ്ങൾ ചിന്തിച്ചു, യാ അല്ലാഹ്, ഒരു പാതി ആപ്പിള് തിന്നപ്പോ ഈ മുസീബത്ത് വന്നുപോയി, ഇയാളെ ചേർത്ത് പാലിക്കണം. അതേ സമയത്തോ ഇടി ആപ്പിള് തിന്നനെങ്കിൽ എന്താട്ടി? ഏതായാലും ആഖിറത്തിൽ റബ്ബിന്റെ മുമ്പിൽ പാരത്രിക ലോകത്ത് വെച്ചിട്ട് ആ പാതി ആപ്പിളിനെ പറ്റി റബ്ബിന്റെ മുമ്പിൽ ഉത്തരം പറയാൻ പ്രയാസമാണ്. റബ്ബിന്റെ കോടതിയിൽ പരാജയപ്പെട്ടുകൂടാ. അതുകൊണ്ട് മഹാനായ സാബിത്ത് തങ്ങൾ പറഞ്ഞു, എന്താണ് ഷർത്ത്? അത് അംഗീകരിച്ചു കൊള്ളാം. ഏതായാലും ഞാൻ തിന്ന ഈ ആപ്പിളിനൊക്കെ പൊരുത്തപ്പെട്ടു തരണോ, അതിന് വേണ്ടിട്ട് നിങ്ങളെ ഷർത്ത് എന്തോ പറഞ്ഞോ, ഞാൻ സ്വീകരിച്ചു കൊള്ളാം. മഹാനായ സാബിത്ത് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട പറഞ്ഞു, ലാ അജ്അലുക ഫനെ പറഞ്ഞു, ഇന്നലി, എന്താണ് ഷർത്തറിയോ? ഇന്നലി ഇബ്നത്തൻ അമ്യാ സ്വമ്മാ ഖർസാ ശല്ലാ അസമിനാ ഇൻ ഖബിൽതഹാ ബിന്നിക്കാഹി ഫഅൻത ഫീ ഹില്ലിൻ മിനത് തുഫാ. സാബിത്ത് തങ്ങളോട് തോട്ടത്തിന്റെ ഉടമസ്ഥൻ പറയുന്ന, എനിക്കൊരു മോളുണ്ട്, ഒരു പെണ്ണുകിടാവുണ്ട്. എങ്ങനത്തെ പെണ്ണറിയോ? അമ്യാ, അവൾക്ക് കണ്ണ് കാണുന്നില്ല, അവള് കുരുടിയാണ്. സ്വമ്മാ, അവൾക്ക് കാത് കേൾക്കുന്നില്ല, പൊട്ടത്തിയാണ്. ഖർസാ, അവള് നാവ് സംസാരിക്കാന് കഴിയാത്ത, നാവ് മറിക്കാന് കഴിയാത്തവളാണ്. കയ്യും കാലൊക്കെ കുഴഞ്ഞു പോയവളാണ്. ജമിന, അവള് കുഴവാദം പിടിച്ചവളാണ്. എണീച്ച് നിൽക്കാൻ പോലും കഴിയാത്തവളാണ്. കണ്ണ് കാണാത്ത പെണ്ണാണ്, കാത് കേൾക്കാത്തവളാണ്, സംസാരിക്കാന് കഴിയാത്തവളാണ്, എഴുന്നേറ്റ് നടക്കാന് കഴിയാത്തവളാണ്, മയ്യത്ത് പോലെ കിടന്ന് വിളിക്കുന്നവളാണ്. ആ എന്റെ പൊന്നുമോളെ, നീ നിക്കാഹ് കഴിച്ചാൽ നിനക്ക് ആ തിന്ന ആപ്പിളുണ്ടല്ലോ, ഞാൻ പൊരുത്തപ്പെട്ടു തരാം. പടച്ച തമ്പുരാനെ, ആപ്പിള് പൊരുത്തപ്പെടിക്കാൻ പോയിട്ട് ആ കണ്ണ് കാണാത്ത, കാത് കേൾക്കാത്ത, നാവ് മറിക്കാൻ കഴിയാത്ത, എണിച്ചു നിൽക്കാൻ കഴിയാത്ത ഈ മയ്യത്ത് പോലത്തെ കെട്ടണമെന്ന് പറഞ്ഞങ്ങ് നമ്മൾ എന്ത് പറയും? ആപ്പിളല്ല, പൊരുത്തല്ല, മണ്ണാങ്കട്ടെ, പോ നടക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ തിരിച്ചു വരില്ലേ? ബഹുമാനപ്പെട്ട സാബിത്ത് റളിയല്ലാഹു അൻഹു ചെയ്തതെന്താണ്? അത് അപ്പടി സ്വീകരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ആഖിറത്തിൽ റബ്ബിന്റെ കോടതിയിൽ വെച്ചിട്ട് അന്യവന്റെ ഹക്ക് തിന്നതിന്റെ പേരില് ശിക്ഷ അനുഭവിക്കാൻ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് ഈ മയ്യത്ത് പോലെ കിടക്കുന്ന ഈ പെണ്ണിനെ വിവാഹം കഴിക്കല്ലാതെ കണ്ട്, നിക്കാഹ് കഴിക്കലല്ലാതെ കണ്ട് വേറെ മാർഗമില്ല. പെണ്ണ് നോക്കിയിട്ടില്ല ഉസ്താദേ, പെണ്ണ് നോക്കിയിട്ടില്ലേ? പെണ്ണ് നോക്കാറൊന്നും പുരുഷത്തില്ല. ആഖിറത്തിൽ അല്ലാഹുവിന്റെ കോടതിനെ പേടിക്കുമ്പോൾ പിന്നെ പെണ്ണ് നോക്കുന്ന ചിന്തയില്ല. നമ്മൾക്ക് ഇന്ന് പെണ്ണ് കഴിക്കാൻ നോക്കട്ടെണെങ്കിൽ എന്ത് വേണോ? 100 ഫോട്ടോ നോക്കണം. മുന്നേ എത്ര? 100 ഫോട്ടോ നോക്കണം. 100 ഫോട്ടോ നോക്കിയെങ്കിലും മതിയാവില്ല. അത് നോക്കണം. നോക്കിയിട്ട് അവസാനം ഒന്നും പാസ്സാകുന്നില്ല. പിന്നെ ലാസ്റ്റ് പാസ്സായി അങ്ങനത്തത് ഞാൻ ചെന്നില്ല. ഈ പാസ്സായി നോക്കിയിട്ട് വലിച്ചിട്ട് എറിഞ്ഞിട്ട് അവസാനമായിട്ട് പാസ്സായത് പേരെന്നെ ഒന്നും. ഓ സുന്ദരനായ നല്ല സുമുഖനായ ചെറുപ്പക്കാര യുവാവ് ഓ നോക്കിയിട്ട് അവസാനം പാസ്സായിട്ട് കിട്ടിയത് ഒന്നിനും കൊള്ളാത്ത, ഒരു ചേരുവില്ലാത്തൊരു പെണ്ണ്. അങ്ങനെ ആക്കിയെങ്കിൽ മതിയാ. ഈ നല്ല കിടാക്ക പിറക്കണോ? ചെല്ലെങ്കിലും കേൾക്കുന്ന, ബുദ്ധിയുള്ള, അനുസരിക്കുന്ന നെല്ലമക്ക പിറക്കണമെന്ന് നീയത്തില് മംഗലം കേൾക്കാനില്ലല്ലേ? മംഗലം എന്ന് പറഞ്ഞത് ഒരു വലിയൊരു അടിപൊളി ജീവിതം, ഒരു ജോലി, എന്തോ ഒന്ന് ജീവിതം മുഴുവനും സമ്പാദിച്ചതെല്ലാം ചെലവാക്കിയിട്ട് എന്തോ ഒന്ന് സംഗതി, ഒരു സംഗതിയാണ് മംഗലം എന്ന് പറഞ്ഞിരുന്നാണ് ചിലരൊക്കെ വിചാരിച്ചിട്ടുള്ളത്.
അല്ലേ? അതിന് പെണ്ണ് നോക്കി, പെണ്ണ് നോക്കിട്ടോ 2 വട്ടം നോക്കണുണ്ടോ, 3 വട്ടം നോക്കലുണ്ടെന്ന് എനിക്കറിയില്ല. തസ്ലീസ് ഒന്ന് പുരക്കാരെങ്കിൽ നമ്മളെല്ലാം പണ്ട് മങ്ങളെ കൈക്ക് നോക്കും, ഞങ്ങൊന്നും പെണ്ണ് നോക്കാൻ പറ്റില്ല. ഞങ്ങളെ ഉമ്മയും പെങ്ങന്മാരും നോക്കിയിട്ട് വന്നിട്ട് ഓക്കെ ആക്കുന്നേ ഉണ്ടല്ലോ. ഇതങ്ങനല്ല. ഒരിക്കൽ പോയിട്ട് നോക്കണോ, രണ്ടാമതൊരിക്കൽ പോയിട്ട് നോക്കണോ, പിന്നെ മൂന്നാമത് വലിയ അകമ്പടിയോടുകൂടെ കുറെ പെണ്ണുങ്ങള് കുറച്ചും ബസ്സിന് ആളാക്കിട്ട് പോയിട്ട് പിന്നെ ഗംഭീരാക്കിട്ട് ചറങ്ങിട്ട് നോക്കണോ. മനസ്സിലായ? എനിക്ക് നിൽക്കുന്നല്ലേ എന്ത് നോക്കണം? വേറെന്ത് നോക്കിനാ? പെണ്ണിന്റെ ഫോട്ടോ നോക്കി പാസ്സായി. പെണ്ണിന്റെ ഫോട്ടോ നോക്കിയെങ്കിൽ പെണ്ണിന്റെ സ്വഭാവം അറിയോ എങ്ങനത്തത്? എന്നിട്ട് പെണ്ണിന്റെ സ്വഭാവം അറിയോ? അറിയില്ല. ഫോട്ടോ നോക്കിട്ട് മുട്ട പോലെ വെളുത്തിട്ടുണ്ട്, അത്ര പാസ്സാക്കി പെണ്ണുകള്. സഹോദരന്മാരെ അല്ലാഹുവിന്റെ പേടിക്കുന്ന ഭയപ്പെട്ട മക്കൾ ഉണ്ടാകലാണ് നമ്മുടെ ലക്ഷ്യം. മംഗലം കഴിച്ചത് പിന്നെ 10, 60, 70 കൊല്ലം പിന്നെ ഭൂമുഖത്ത് ജീവിക്കാനുണ്ട്. ആ ജീവിതം മുഴുവനും സന്തുഷ്ടമാകണം, സന്തോഷമാകണം, റാഹത്തിലാകണം. ടെൻഷനുള്ള, ബേജാറ് പിടിച്ച, ദുഃഖം പിടിച്ച ജീവിതം പിന്നെ ആകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഒരു പെണ്ണു നോക്കൽ ആഡംബരമാക്കല്ലേ സുഹൃത്തുക്കളെ. പെണ്ണു നോക്കൽ ചടങ്ങൊന്ന് വലിയ അത്ഭുതമാക്കല്ല പെണ്ണുങ്ങളെ. പെണ്ണു നോക്കാറി പോയി ആരെല്ലാം പോകണം? ഞങ്ങൾ പെണ്ണ് നോക്കാൻ പോയിട്ടുണ്ട്. എന്റെ മക്കളെ മക്കൾക്ക് പെണ്ണ് ഞമ്മ പോയി, ഞങ്ങൾ ഒന്നും പെണ്ണ് നോക്കിയിട്ടില്ല. പെണ്ണുങ്ങൾ നോക്കുന്നേ ഇത് എല്ലാരും നോക്കണം. ഒരു മോന് പെണ്ണ് കൊണ്ടുവരാൻ വേണ്ടിട്ട് പോകുന്ന ഉപ്പ, ആ ഉപ്പക്ക് പെണ്ണ് നോക്കല് ഹലാലല്ല. ഇവിടക്കെല്ലാം ഉപ്പമാരെല്ലാം ഉണ്ടാവില്ല ഞങ്ങളെ സദസ്സിന്. മക്കൾക്ക് പെണ്ണ് കൊണ്ടാകുന്ന നോക്കാൻ വേണ്ടി പോയിട്ട് എല്ലാരും നോക്കിയില്ലേ? ഹറാമാണ്. പെണ്ണ് നോക്കുന്ന അന്ന് തന്നെ ഹറാമാണ് സംഭവിക്കുന്നത്. ഉപ്പക്ക് നോക്കാൻ അധികാരമില്ല. പുതിയാപ്പളന്റെ ഉപ്പക്ക് പെണ്ണ് നോക്കാൻ അവകാശമില്ല. പുതിയാപ്പളന്റെ ജ്യേഷ്ഠാനുജന്മാർക്കും പെണ്ണ് നോക്കാൻ അവകാശമില്ല. അളിയാക്കന്മാർക്ക് നോക്കാൻ അവകാശമില്ല. ഹറാമാ. പെണ്ണ് നോക്കേണ്ടത് പുതിയാപ്പളയാകുന്നു, പെണ്ണ് കിട്ടാനെ പോകുന്നവനാകുന്നു. അങ്ങനെ തുടക്കം കുറിക്കുന്നത് പെണ്ണ് നോക്കലിലൂടെയാണല്ലോ. പെണ്ണ് നോക്കലിലൂടെയാണല്ലോ സുഹൃത്തുക്കളെ മംഗളത്തിന്റെ ആരംഭം, തുടക്കം കുറിക്കുന്നത്. അന്ന് 10 ആള് പെണ്ണ് ആണ്, 10 പുരുഷന്മാർ പെണ്ണ് നോക്കി. ആ 10 പുരുഷന്മാർ നോക്കലോടുകൂടെ 10 ഹറാമുകളോടുകൂടെ മംഗലം തുടക്കം കുറിക്കപ്പെട്ടു. 10 ആള് ഹറാം ഒന്നിച്ച് ചെയ്തിട്ടാണ് ഒരു മംഗളത്തിന്റെ ആരംഭം തുടങ്ങുന്നത് ഈ പെണ്ണ് നോക്കൽ ചടങ്ങിലൂടെ. പിന്നെ എന്തൊക്കെയോ പറയുന്നത് കേൾക്കുന്നുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. ചോക്ലേറ്റ് പെണ്ണുങ്ങൾ വരിയായി കൂട്ടമായിട്ട് ചോക്ലേറ്റ് കൊടുക്കണം. കെട്ടുകെട്ടായിട്ട്. അത് എന്ത് ആചാരം? അത് മുസ്ലിമിന്റെ ആചാരമല്ല അല്ലേ? കെട്ടുകെട്ട് ചോക്ലേറ്റ് ഇങ്ങനെ വരിയായിട്ട് ലൈനായിട്ട് പോയിട്ട് ചോക്ലേറ്റ് കൊണ്ടിട്ട് കൊടുക്കണം. എത്ര പൈസ ചെലവാക്കണം പെണ്ണ് നോക്കാൻ? ഹദീസിൽ പറയുന്ന കാണാം, ഹദീസിൽ പറയുന്ന കാണാം, ഒരു പുരുഷന്റെ നാശം, ഒരു പുരുഷന്റെ ഹലാക്ക് അവന്റെ മക്കളിലൂടെ സംഭവിക്കുന്ന കാലം വരും. ഖിയാമത്ത് നാൾ വരുമ്പോൾ അവന്റെ ഭാര്യയിലൂടെ സംഭവിക്കുന്നത് കാലം വരാം. മക്കളാണ് ലക്ഷക്കണക്കിന് ചെലവ് വഹിച്ചിട്ട് ചെലവാക്കിട്ട് ഉപ്പാനെ കൊണ്ട് ചെലവാക്കിച്ചിട്ട് പെണ്ണ് നോക്കൽ ചടങ്ങുണ്ടാക്കുന്നതെങ്കിൽ മംഗളത്തിന് തന്നെ പെണ്ണ് നോക്കാൻ തന്നെ ലക്ഷങ്ങൾ ചെലവാക്കുന്നു. അതിന്റെ വയ്യത് നാളുകുറിക്ക് പെണ്ണെയും ലക്ഷങ്ങൾ ചെലവാക്കണം. അതിന് പുറമേ മംഗളത്തിന് മുമ്പായിട്ട് പെണ്ണിനിക്ക് വേണ്ടിയിട്ട് മൈലാഞ്ചി ഉണ്ടാക്കണം, മൈലാഞ്ചി കല്യാണം നടത്തണം. അതിന് പുറമേ മഞ്ഞക്കല്യാണം നടത്തണം പെണ്ണുങ്ങളെ. ഇങ്ങനെ ലക്ഷങ്ങൾ മംഗളത്തിന് മുമ്പായി തന്നെ ലക്ഷക്കണക്കിന് ചെലവാക്കി. അപ്പോഴേക്കും നിനക്കതാ ബാങ്കിൽ നിന്ന് 25 ലക്ഷം ലോൺ എടുക്കേണ്ടി വരുന്നു.
മഞ്ഞക്കല്യാണത്തിനും മൊയ്ലാഞ്ചിന്റെയും ഒക്കെ പേര് പറഞ്ഞ് ദുരാചാരങ്ങൾ നടത്താനായിട്ട് സുഹൃത്തുക്കളെ 25 ലക്ഷം ബാങ്കിലോട് ചെയ്തവരുണ്ട്. ആ ലോണ് പിന്നെ നിനക്ക് ഒരു കാരണവശാലും അടക്കാൻ എനിക്ക് ആവതാവൂല. ഹറാമുകൾ വാരിക്കൂട്ടാനായിട്ടാണ് ഈ 25 ലക്ഷം നീ വാരിക്കൂട്ടുന്ന ബാങ്കിൽ നിന്ന് കടമെടുക്കുന്നതെങ്കിൽ നിനക്കൊരിക്കലും അത് വീട്ടാൻ നിനക്ക് ആവതാവൂല. അങ്ങനെ 25, 30, 40, 50, 60 അവിടെ പലിശക്ക് മേലെ പലിശയായിട്ട് ബാങ്കിൽ കെട്ടിക്കിടക്കുന്നു. ഞാനതാ പറഞ്ഞിരിക്കുന്നത് ബാപ്പമാരുടെ നാശം, ബാപ്പമാരുടെ ഹലാക്ക് മക്കളിലൂടെ ഉണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. മുത്തുനബി തങ്ങൾ പറയുന്നു, സയഅതി അലന്നാസി സമാൻ, ഒരു കാലഘട്ടം എന്റെ ഉമ്മത്തിമാരിൽ വരാനിരിക്കുന്നു. യകൂനു ഹലാഖുർ റജുലി അലാ യദി സൗജതിഹി, ഭാര്യന്റെ കയ്യിലാണ് ഭർത്താവിന്റെ നാശമുണ്ടാകുന്നത്. ഭാര്യക്ക് മക്കളുടെ പെണ്ണു നോക്കൽ ചടങ്ങ് വല്ലാണ്ടാക്കിയില്ലെങ്കിൽ അവർക്ക് ഉറക്ക് വരുന്നില്ല. മഞ്ഞക്കല്യാണം നടത്തില്ലെങ്കിൽ ഉമ്മക്കും പെണ്ണിനും സമാധാനമില്ല. ബാപ്പാനെ കൊണ്ട് നിർബന്ധിച്ചിട്ട് ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് സുബ്ഹാന ജല്ലാലു മഞ്ഞക്കല്യാണം നടത്തിയിട്ട് ആ ബാപ്പാനെ കടക്കാരനാക്കുന്നത് നബി തങ്ങൾ പറയുന്നു, യകൂനു ഹലാഖുർ റജുലി അലാ യദി സൗജതിഹി വ വലദിഹി, ഭാര്യന്റെ കൈ കൊണ്ടാണ് ഭർത്താവ് കടക്കാരനും നാശവും ഉണ്ടാകുന്നത്. മക്കളെ കൈകൊണ്ട് ബാപ്പാമാരുടെ കടക്കാരനും നാശവും മക്കളെ കൊണ്ട് ആ ബാപ്പാക്ക് ഉണ്ടാകുമെന്ന കാലം, അത് ഇതേ കാലഘട്ടത്തെ പറ്റിയാണ് 1400 വർഷങ്ങൾക്ക് മുത്തുനബി തങ്ങൾ പറഞ്ഞത്. സുഹൃത്തുക്കളെ, എന്തൊക്കെയാണ് കേൾക്കുന്നത്? എന്തൊക്കെയാണ് കേൾക്കുന്നത്? മംഗളത്തിന് മുമ്പ് പാർട്ടി നടത്തണം. എന്ത് പാർട്ടി? ഓക്ക് ക്ലാസ്സിലൊക്കെ ഒന്നിച്ച് പഠിച്ചിരുന്ന ക്ലാസ്മേറ്റുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ആരെ, ആൺപിള്ളേരെയും പെൺപിള്ളേരെയും അവിടെ ഡാൻസ് അടിക്കണം, അവിടെ ജോലിയാക്കണം. മുടിപ്പുലി ഹോള് വാങ്ങിയിട്ട് വാടകയ്ക്ക് ഹോൾ വേങ്ങണം. ഇതെന്താ? ഇത് മങ്ങലല്ല, ഇത് മൈലാഞ്ചിയല്ല, ഹലാക്കിന്റെ പാർട്ടി. ഹറാമ് ചെയ്യുന്നതിന് ഒരു മടിയുമില്ല. ചെയ്യുന്നതാരി മുതലാട്ടിക്കാണ് ഇത് വേണ്ടത്. ഓ പറയുന്നത്, ബാപ്പ അത് വേണം, ഞങ്ങൾക്ക് ആ പാർട്ടി നടത്തണോ. ഓളെ ഉമ്മയും സപ്പോർട്ട്, ഓ നിസ്സഹായനായി ഈ പെങ്കൂസം ബാപ്പ അതിന് ലക്ഷങ്ങൾ ചൊരിച്ചോ. ഓ ക്ലാസ്സിൽ പഠിച്ചിരുന്ന അന്യപുരുഷൻ ഓളെ ചങ്ങായിമാർ ആണുങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട്, ആണുങ്ങളെ പെണ്ണുങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് പ്രത്യേകം പാർട്ടി നടത്തുന്ന പെണ്ണ്. നിനക്ക് ജനിക്കുന്ന മക്കള് ഹറാമു കൊണ്ട് തിങ്ങിന്നുറഞ്ഞതാണ് നിന്റെ വിവാഹമെങ്കിൽ പെണ്ണേ, മക്ക പറക്കട്ട് മോളെ, നിനക്ക് മക്ക പറക്കട്ടെ, അപ്പ അറിയാ. അങ്ങനെ പാർട്ടി ചെയ്യുന്നവരില്ലേ? ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനസ്സിലായ നിങ്ങൾക്ക്? സയഅതി അലന്നാസി സമാൻ യകൂനു ഹലാഖുർ റജുലി, ഒരു വ്യക്തിയുടെ, ഒരു വീട്ടുകാരന്റെ നാശം ഹലാക്ക് അലാ യദി സൗജതിഹി വ വലദിഹി, ഭാര്യന്റെയോ മക്കളെ കയ്യിലായിരിക്കും ഓന്റെ ഹലാക്ക്, ഓന്റെ നാശം. ഈ പെൺമക്കൾക്ക് ഭയപ്പെട്ടു കൊടുക്കുന്ന പെങ്കൂസം ബാപ്പുണ്ട്. ഓക്ക് പാർട്ടി ഉണ്ടാക്കി കൊടുക്കുന്നോ, ചെലവാക്കി കൊടുക്കുന്നോ. ഞങ്ങളെ ബാധപ്പുള്ളി അങ്ങനത്തെ നടന്നിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല, നടക്കുന്നുണ്ടാവില്ല. പക്ഷെ പലയിടത്തും കേൾക്കുന്നത് എന്താ? പിന്നെ പലയിടത്ത് കേൾക്കുന്നത് എന്താ? തട്ടുകട മങ്ങാനുണ്ടല്ലേ, തട്ടുകട അങ്ങനത്തെ ഇല്ലേ? തട്ടുകടലോ ആര് നടത്തുന്നവരാരിത്? വലിയ പൈസക്കാരോ, വലിയ പണക്കാരൻ. എന്റെ സമ്പത്തിന് ഒരു കുറച്ചോ ഇല്ല, നല്ല ഇഷ്ടമുണ്ട്, വലിയ ഗൾഫ് പാർട്ടി, വലിയ ഉഷാറ് പാർട്ടി. ഒരിക്കൽ മംഗളത്തിന് പിന്നെ ഒരു തട്ടുകട പാർട്ടി ആക്കണോ? എന്താണ് ഈ തട്ടുകട നിലഗിരി? എനക്കറിയില്ലപ്പ. ഞാൻ അറിഞ്ഞെടുത്തോളം തട്ടുകട നിലങ്കിൽ പാപ്പത്തിന് ഉറപ്പിടെ ചെറിയ വിലക്ക്. ഞങ്ങളെ ഇന്ദിരാ ക്യാൻറ്റീനൊക്കെ നമ്മളെ ഗവൺമെന്റ് നടത്തിക്കൊണ്ടുണ്ടേ ചെറിയ വിലക്ക്. എന്താ പോലെ പാപ്പത്തിനൊരു കൊള്ളപ്പീട അല്ലേ തട്ടുകട എന്നതല്ലേ? ചെറിയ വിലക്ക് ചോറും ചായയും കിട്ടുന്നത്. ഈ പാവം വന്ന് മംഗളത്തിന്റെ പിറ്റേന്ന് ഈ പുതിനാട്ടിയും പുതിയാപ്പിളയും പണത്തിന്റെ അഹങ്കാരം നോക്ക്. ഓക്ക് തട്ടുകട നാടകമാക്കണം.
ഓവരി വൈറസും കെട്ടിട്ട് ഉടുത്തിട്ട് വന്നിട്ട് ഓവരി പഴയവരി നൈറ്റി ഇട്ടിട്ട് വന്നിട്ട് അടികാക്കുന്നേ എല്ലാരെ മുമ്പിൽ വെച്ചിട്ട് ഉറക്കെ ബാക്കിയുള്ളവർ കൈകൊട്ടിട്ട് പാട്ട് പാടുന്നേ എന്ത് സൂചിപ്പിക്കുന്നു? ഈ പണക്കാരോ മംഗലം കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഓന് ഗതി ഇതാണ് വരാന് പോകുന്നത്, തട്ടുകടാക്കന്റെ ഗതിയാണ് വരാനിരിക്കുന്നതിന്റെ സൂചന. ഓക്കോ മുട്ട ആംപ്ലേറ്റ് ആക്കുന്നതും ഫുഡാക്കിട്ട് തട്ടുകടാക്കിട്ട് കൊടുക്കണോ ചെയ്യണോ? ഇനി പോന്ന പോരയിൽ ഇതാണ് ഇനി പണി, അതിന്റെ സൂചനയാണത്. മനസ്സിലായ? ഇനി വലിയ ഗൾഫിന്റെ പാർട്ടി മംഗലായിട്ടായിരുന്നു. പിന്നെ ഓൻ്റെത് കടത്തോടെ കട പൊന്നല്ല വിറ്റോ. അവസാനം ഓനിക്ക് ഗതി തട്ടുകടയാക്കൽ എന്നെ വേറെ മാർഗമില്ല. ഇതിന്റെ സൂചന ഫസ്റ്റിനെ തന്നനല്ലേ, മംഗലത്തിന്റെ പിറ്റന്നല്ലേ. വരെ സ്വർഗീയ ജീവിതം കൂടെ ഉപ്പാന്റെ വലിയോ നടത്തിയവാ. പോയിട്ടവിടെ നോക്കുമ്പോൾ അവിടെ പണിയോടെ പണി, ആംപ്ലേറ്റ് ആക്കുന്നതും നെയ്ച്ചോറാക്കുന്നതും ബിരിയാണി ആക്കുന്നതും ബന്ധ ബിരുദ ആക്ക് കൊടുക്കുന്നതോ അമ്മാന്റെ വലിയ പണി. അതുപോലെ സൂചന മുന്നേ തന്നനല്ലേ, തട്ടുകടാക്കിയല്ലേ. സുബ്ഹാനല്ലാഹ്, മാതൃകാ വിവാഹം നടത്തണം. അള്ളാന്റെ റസൂല് പഠിപ്പിച്ച രൂപത്തിലായിരിക്കണം. പെണ്ണൊക്കെ നോക്കിട്ട് പാർട്ടി ആവൂന്ന് കണ്ടാൽ പെണ്ണ് നോക്കല് സുന്നത്തുണ്ട്, പുതിയ ആപ്പിളക്ക് സുന്നത്താണ്. ആണുങ്ങൾക്ക് മറ്റാരും നോക്കാൻ പാടില്ല. പെണ്ണുങ്ങ വിളിക്കുന്ന വേറെ വിളിക്കുന്ന പുതിയ ആപ്പിളുടെ അനിയനെ വിളിക്കുന്ന ഹറാമിലേക്ക് വിളിച്ചു വരുന്ന ഉമ്മമാരുണ്ട്. നോക്കുന്നില്ലേ? ഹറാമിലേക്ക് വിളിക്കുന്ന ഉപ്പ പെണ്ണിന്റെ കാക്കനെ വിളിക്കുന്ന ഉപ്പനെ വിളിക്കുന്ന നോക്കി 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 ഹലാക്കിന്റെ നോട്ടം, നാശത്തിലേക്കുള്ള നോട്ടം. ഈ ബാസ്റ്റ് എനിക്കും കഴിയാത്തളി എന്തിനു നോക്കാൻ പോയി? നോക്കരുത്. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന മുഅ്മിനീങ്ങളോട് ഞാൻ പറയട്ടെ, മക്കൾക്ക് പെണ്ണ് നോക്കാനുണ്ടെങ്കിൽ ആണുങ്ങ ഉപ്പമാർ പുതിയാപ്പിള്ളിപ്പാർ ഒരു കാരണവശാലും നോക്കാൻ പാടില്ല. പുതിയാപ്പിള മാത്രം നോക്കിയാൽ മതി, പെണ്ണുങ്ങയില്ലേ അവർ നോക്കട്ടെ. ബണ്ണയല്ല സുഹൃത്തുക്കളെ, സ്വർണത്തിന് 1 ലക്ഷമായത് ബണ്ണയല്ല, പടച്ചതമ്പുരാന്റെ പരീക്ഷണമാണ് അത്. മംഗലത്തിൽ ആഡംബരം നടത്തി, മഞ്ഞക്കല്യാണവും പച്ചക്കല്യാണവും ചോന്നക്കല്യാണവും നടത്തി, ക്ലാസ് മറ്റുകളൊക്കെ പിടിച്ചു കളിച്ചിട്ട് നീ ഹറാമിന്റെ പാർട്ടി നീ നടത്തില്ലേ പെണ്ണെ? ഇനി ഇതാ പെണ്ണ് സ്വർണത്തിലേക്ക് 1 ലക്ഷം ആകുന്നതിൽ അത്ഭുതമില്ല. റബ്ബ് തആലാന്റെ പരീക്ഷണമാണ്. ഇപ്പൊ എടുക്കത്തി ഇപ്പൊ പൊന്നിട്ട് മഞ്ഞ കല്യാണം നടത്തിയേ പറ്റൂ. ആരതാണ് എന്തായി മഞ്ഞ? ശൈത്താനക്ക് വേണ്ടിയിട്ട് കുർദിയാക്കുന്നിട്ടുണ്ട് പെണ്ണുങ്ങ മഞ്ഞ കലക്കിട്ട്. ശൈത്താൻ പിടിച്ചു എന്നൊക്കെ ശൈത്താൻ കാറ്റുന്നില്ലെങ്കിൽ പൊയ്യ എറിഞ്ഞു നിന്നിട്ട് പെണ്ണുങ്ങ മഞ്ഞ കാലത്തിട്ട് ആക്കുന്നുണ്ട്. അതെന്തോ ശൈത്താന്റെ തന്നെ ആയിരിക്കണം ഈ മഞ്ഞ. ഞാനീ പറഞ്ഞു വരുന്നത് നീട്ടുകയല്ല എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. മഹാനായ സാബിത്ത് റളിയല്ലാഹു അൻഹു പെണ്ണ് നോക്കാൻ അവിടെ പോയിട്ടില്ല. ഞാൻ അതാണ് പറഞ്ഞു വന്നത്. ഒരു ആപ്പിള് തിന്നതിന് വേണ്ടിയിട്ട് ആ ആപ്പിളത്തിട്ട് പൊരുത്തപ്പെട്ട് തരണമെങ്കിൽ നീ ഈ കണ്ണ് കാണാത്ത, കാത് കേൾക്കാത്ത, നാവുമറിയാത്ത, നടക്കാൻ കഴിയാത്ത കിടത്തത്തിലായ പെണ്ണിനെ നിക്കാഹ് കഴിക്കണമെന്ന് പറഞ്ഞപ്പോ സാബിത്ത് തങ്ങൾ സുബ്ഹാനല്ലാഹ് വേറെ നിർവാഹമില്ലാതെ നിക്കാഹ് നടത്തുന്നു. ഒരുപാട് ചിന്തിക്കാനുണ്ട്. മംഗലം കഴിക്കുമ്പോ ലോങ് 10, 60, 70 കൊല്ലത്തെ ജീവിതത്തിലേക്കുള്ളതാണ് ആ നിക്കാഹ്. നാളെ പരിശുദ്ധ ദീൻ സമ്മതിക്കുന്ന രൂപത്തിലല്ലാതെ കണ്ട്, ദീൻ അനുവദിക്കുന്ന രൂപത്തിലല്ലാതെ കണ്ടിട്ട് മഞ്ഞയും പച്ചയും പാർട്ടി നടത്തിയിട്ട് നീ വിവാഹം കഴിച്ചിട്ട് ഹറാമോട് കൂടെ ഹറാമ് ചെയ്യിപ്പിക്കുന്ന പെൺകുട്ടി, പെണ്ണുപിള്ളേരാണ് നേതൃത്വം വഹിക്കുന്നത്, വാശി പിടിക്കുന്നത്, ആവശ്യപ്പെടുന്നത് വീട്ടിലെ. നിന്നെ കൊണ്ട് നാശമാണ് നിന്റെ വീട്ടിലേക്ക്, നിന്റെ കുടുംബം പൂർണ്ണമായി നാശത്തിലേക്കാണ് എത്താൻ പോകുന്നത്. പിന്നീട് അങ്ങനെ മഞ്ഞയും നടത്തി, പച്ചയും നടത്തി, എല്ലാ പാർട്ടിയും നടത്തി നിക്കാഹ് കഴിച്ചിട്ട് എന്തായി നോക്കണം.
ഹറാമു കൊണ്ട് തുടങ്ങിയ പല ഹറാമുകൾ നടത്തിയിട്ട് നീ വിവാഹം നടത്തിയതിന് ശേഷം എന്ത് സംഭവിച്ചു? ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ മംഗലം കഴിഞ്ഞിട്ട്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതാ അവൾക്ക് മാപ്പിളനെ കുറിച്ചിട്ട് സംശയമാണ്, ഭർത്താവിനെ കുറിച്ചിട്ട് സംശയമാണ്. ഭർത്താവിലേക്ക് ഫോൺ വരുമ്പോൾ അവൾ ശ്രദ്ധിച്ച് ഒണിച്ച് ചെവി കാത് കൊടുത്തു കേൾക്കുന്നുണ്ട്. അവൾക്ക് ഡൗട്ടാണ്. മാപ്പിളന്റെ മൊബൈൽ അവൾ ചെക്കാക്കാൻ തുടങ്ങുന്നു. അതോടുകൂടെ അവൾക്ക് സംശയ രോഗം അവളെ പിടികൂടി. അതിനുള്ള വഴിയൊക്കെ നീ മംഗലത്തിന് മുമ്പേ ആക്കി വെച്ചിട്ടുണ്ട്. പെണ്ണ് നോക്കുമ്പോഴേക്കും മുന്നെയൊക്കെ പാർട്ടി നടത്തിയിട്ട് നീ ഹറാമാക്കി വെച്ചിട്ടുണ്ട്, നടത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോഴതാ മംഗലം കഴിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. സുഹൃത്തേ, അവൾക്ക് മാപ്പിളനെ കുറിച്ചിട്ട് ഡൗട്ടാണ്, ഭർത്താവിനെ കുറിച്ചിട്ട് അവൾക്ക് സംശയമാണ്. ഭർത്താവിന്റെ ഫോൺ നമ്പർ അവള് ചെക്ക് ചെയ്യുകയാണ്. ഭർത്താവിനും അതുപോലെയാണ്, ഓളെ കുറിച്ചിട്ട് സംശയമാ. അന്യപുരുഷന്മാരെയും പുതിയ ക്ലാസ്മേറ്റുകളൊക്കെ വിളിച്ചിട്ട് പാർട്ടി നടത്തിയ പോക്ക് അന്യപുരുഷന്മാരുടെ ടച്ചില്ല എന്ന് എന്തേ സംശയിക്കാതിരിക്കാൻ വയ്യുണ്ടോ? അവനിക്ക് എങ്ങനെ ഉറപ്പുവരുത്താൻ കഴിയും? അതുകൊണ്ട് തന്നെ അന്യപുരുഷന്മാരെ നിർത്തിയിട്ട് ഇത്തരം വല്ല പാർട്ടി സംഘടിപ്പിച്ച പോക്ക് അന്യപുരുഷന്മാരായി ബന്ധമുണ്ടോ എന്ന് ഭാര്യന്റെ മൊബൈൽ അതാ ഭർത്താവ് ചെക്ക് ചെയ്യുന്നു. അങ്ങനെ 15 മാസമോ 1 മാസമോ കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ ഭർത്താക്കന്മാരുടെ അകൽച്ചയാണ്, സംശയങ്ങളാണ്. പിന്നെ നീ ഒരു തങ്ങളെടുത്ത് പോയിട്ട് കാര്യമില്ല, ആ തങ്ങളെ സമീപിച്ചിട്ട് കാര്യമില്ലടോ. ഈ തങ്ങളെ സമീപിച്ചിട്ടും അസ്മാന്റെ പടിക്കാരെ നീ സംബന്ധിച്ചിട്ട് നീ സാധ്യമേ കാര്യമില്ല. നിന്റെ തുടക്കം ഹറാമിലാണ്. പെണ്ണേ ചെറുപ്പക്കാരി, നീ മനസ്സിലാക്കിക്കോ, 60-70 കൊല്ലത്തെ ലോങ് ജീവിതത്തിന് വേണ്ടിയിട്ടുള്ളതാണ് നിക്കാഹ്, അതിന് വേണ്ടിയിട്ടുള്ളതാണ് വിവാഹം. ഈ ജാതി പാർട്ടികൾ നടത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീട്ടിൽ അധികവും എന്ന് കാണുന്നത് അങ്ങനെയല്ലേ സുഹൃത്തുക്കളെ? ഭാര്യനെ കുറിച്ച് ഭർത്താവിനെ കുറിച്ചിട്ട് ഭാര്യക്ക് സംശയമാണ്, ഭാര്യനെ കുറിച്ചിട്ട് ഭർത്താവിനക്ക് സംശയമാണ്. അങ്ങനെ മൊബൈൽ നമ്പർ ചെക്ക് ചെയ്യുന്ന പണിയാണ്. അവസാനമായിട്ട് ആ സംശയങ്ങൾ മനസ്സിന്റെ ഉള്ളിലിങ്ങനെ പുകഞ്ഞിട്ട് ഒരു ദിവസം അത് സ്ഫോടനം നടക്കുകയാണ്. അവസാനമായിട്ട് ത്വലാഖിന്റെ വക്കിലേക്ക് പോലും, ത്വലാഖിന്റെ ഹദ്ദിലേക്ക് പോലും അത് എത്തിയിട്ടില്ലേ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സൂക്ഷിച്ചു കൊള്ളണേ. സാബിത്ത് റളിയല്ലാഹു അൻഹു പെണ്ണുകിടാക്കളെ പ്രായം പൂർത്തിയായാൽ എത്രയും പെട്ടെന്ന് കെട്ടിച്ചു കൊടുക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം ഓടിപ്പിക്കുന്നത്. അങ്ങനെ ഓക്കും വേണ്ട മംഗലം. 25 വയസ്സായി മംഗലായിട്ടില്ല, പഠിക്കുന്നേന്ന്. 25 വയസ്സായിട്ടോ ഓക്കെ മംഗലോ പഠിക്കുന്നേ, ഡിഗ്രി ആക്കുന്നേ, അതിനപ്പുറം പഠിക്കുന്നേ, മംഗലത്തിന് വിഷയം മുണ്ടുപോളി കൊടുക്കുന്നേ വേണ്ട. ഇസ്ലാം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. പഠിക്കുന്ന മങ്ങനായിട്ട് പിന്നെ പഠിക്ക്, ഞങ്ങൾ പഠിക്കുന്നതിന്റെ എതിരൊന്നുമല്ല. ഇസ്ലാം അങ്ങനെയല്ലേ പഠിക്കുന്നത്. പെണ്ണ് ചെറിയ പ്രായത്തിൽ തന്നെ പ്രായം എത്തപ്പെടുന്ന അവളെ കെട്ടിച്ചു കൊടുക്കുക, അതിന് വലിയ ബർക്കത്തുണ്ടെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അള്ളാന്റെ റസൂൽ പറയുന്നത് ബർക്കത്തുൽ മർഅത്തി സുർഅത്തു തസ്വീജിഹാ വസുർഅത്തു റഹിമിഹാ. ഒരു പെണ്ണിന്റെ ബർക്കത്ത് എന്തറിയോ? അവളെ ജീവിതത്തിൽ സന്തുഷ്ടമായ ജീവിതം അവൾക്ക് വരാൻ, അവൾക്ക് ബർക്കത്ത് ജീവിതത്തിൽ ഉണ്ടാകുന്ന എപ്പോ കൊണ്ടുണ്ടാ അവക്ക് സുർഅത്തു തസ്വീജിഹാ വേപാട് വായിച്ചിട്ടളക്കണോ അതിന് ബർക്കത്ത്. 25 വയസ്സായാലും അങ്ങനെ തന്നെ അടിയില്ലാലോ. ഓ പഠിക്കുന്നേലോ, പഠിച്ചിട്ട് ലാസ്റ്റ് പഠിപ്പിക്കുന്നേ, ഉമ്മക്കും ബാപ്പക്കും പഠിപ്പിക്കുന്നേ. പഠിക്കുന്നത് മാത്രല്ല, മനസ്സിലായോ? ഏതെങ്കിലും എന്റെ പുരുഷന്റെ ചങ്ങായിപ്പാട് 25 വയസ്സോളം ഓക്ക് ആക്കാതിരിക്കാൻ കഴിയോ? ആണുങ്ങളെക്കാൾ 10-9 ഇരട്ടി ഏറെയാണ് പെണ്ണുങ്ങൾക്ക് ലൈംഗിക ശഹ്വത്ത് എന്നാണ് പരിശുദ്ധ മരിക്കുന്ന മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് അതൊക്കെ പിടിച്ചു നിർത്തി 25 വയസ്സ് 26 വയസ്സോളം ബക്കരോക്കായി മംഗലം കഴിക്കാതെ ബാക്കിയായ എത്രയോ പാവപ്പെട്ടുണ്ട്. അതിന് വേറെ വിഷയം വേണ്ട, അങ്ങനെ വേണ്ട. റസൂലുള്ളാഹി പറയുന്നു, പിന്നെ നീ 25 വയസ്സ് മങ്ങാനായെങ്കിൽ നീ മാപ്പിളന്റെ മൊബൈൽ ചക്കാണ്ടിരിക്കല, നിനക്ക് നമ്പർ കിട്ടിയാൽ മാപ്പിളക്ക്
എന്താ പറഞ്ഞേ, ബറക്കത്തുൽ മർഅത്തി സുർഅത്തു തസ്വീജിഹാ, അവളെ വേഗം കെട്ടിച്ചു കൊടുക്കുന്നതിലാണ് ബർക്കത്ത്. അത് ഞങ്ങൾക്കും ബുദ്ധിക്ക് തലക്ക് പോകും. ചെറിയ വയസ്സിൽ കെട്ടിച്ചു കൊടുക്കണം. എത്ര പ്രായപൂർത്തി ഇപ്പൊ 18 മുന്നേ മംഗലാക്കാനാവുന്നില്ലല്ലേ, 18 ആയെങ്കിലും പിന്നെ കെട്ടിച്ചു കൊടുക്ക. പഠിക്കുന്നെങ്കിൽ പിന്നെ പഠിച്ചോ. മനസ്സിലായ? അന്യപുരുഷന്മാരുമായിട്ടുള്ള ചങ്ങായിപ്പാട്ടിക്ക് അവസരം കൊടുക്കണ്ട. അവസാനമായിട്ടോ ഏതെങ്കിലും ഒരു തന്റെ ചങ്ങായിപ്പാട്ടിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓളെ പിന്നെ കൊന്നെങ്കിലും ഓളെ ഇന്ന് പിടിക്കാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ പറയൂ ഉസ്താദേ, അപ്പൊ ആണുപിള്ളവർക്കില്ലേ അങ്ങനെ? അന്യ പെണ്ണുപിള്ളവരെ ചങ്ങായിപ്പാട് ആണുങ്ങാക്കുന്നില്ലേ? അവരുടെ വിഷയം എന്തു ചെന്നില്ല. ആണുങ്ങളൊരു വ്യത്യാസമുണ്ട് പെണ്ണുങ്ങളെ. ഞാൻ പറഞ്ഞുതരാം എന്ത് വ്യത്യാസം ഒന്നല്ലെങ്കിൽ. ഒരാണ് ഒരു പെണ്ണിനെ ചങ്ങായിപ്പാടാക്കി വെക്കാം. എല്ലാവരും കൂട്ടിച്ചെരുപ്പിൽ 4 മണി ഇട്ടെങ്കിലും ഓ ഇന്ന് വെച്ചാൽ ഓ പിന്നെ ഉണ്ടായിരിക്കും. പെണ്ണിനെയോ ഓളെ കൊന്നെങ്കോ ഓളെ തല. ഓ ആള് ഒരു കാണാൻ ഭംഗിയില്ല, സാമ്പത്തികമായിട്ടൊന്നും ഇല്ല, ദീനും നടപടിയുള്ളോ ഇങ്ങനത്തെ പണിക്ക് പോകുന്നില്ലല്ലേ. യാതൊന്നും ഇല്ലെങ്കിലും ഒരു ചാവും പോലുള്ള കാണാൻ ഓ അതെന്നാണോ എന്ത് സംഭവിച്ചാലും ശരി, കൊന്നാലും ശരി. വേറെ ഡേഞ്ചറസ് സംഗതി. അണുപിള്ളേരെ പിടിക്കാൻ 4 എല്ലാരും കൂട്ടി സ്വാഗതം ചെരുപ്പുലി വാങ്ങലിട്ട് പുറക്കെങ്കിലേ അവൻ പിറ്റേന്ന് ഇന്ന് പറ്റാവുന്ന എനിക്ക് മതിയപ്പാ. ഓ കിട്ടലേ ഓളെ കിട്ടലേ പെണ്ണിനെ. അപ്പൊ ജാഗ്രത ആക്കണോ. പഠിപ്പിക്കുന്നേ ചൊല്ലുന്നേ. ഞങ്ങെന്തു പഠിച്ചിട്ടില്ല ഉസ്താദേ. ഓളങ്ങ് പഠിക്കുന്നേ ചെന്നാ പഠിച്ചോളൂ. അപ്പോൾ സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞു വന്നത് നീട്ടി സംസാരിക്കുന്നില്ല. പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട സാബിത്ത് റളിയല്ലാഹു അൻഹു അങ്ങനെ എന്ത് ചെയ്തറിയോ, ആ വിവാഹം കഴിച്ചു. സുഹൃത്തുക്കളെ നോക്കണേ നിങ്ങൾ. കണ്ണു കാണാത്ത കുരുടി, വായ് വരാത്തത്, കാതിയേക്കാത്തത്, അങ്ങനെ മംഗലം കഴിച്ചു. മംഗലം കഴിച്ചിട്ട് എന്താക്കി, പിറ്റേന്ന് പോയി. ഇടക്ക് പോയി പിറ്റേന്ന് പുതിയാപ്പിളെ ഭാര്യന്റെ പുരക്ക് പോന്നെ. ഭാര്യന്റെ പുരക്ക് പോന്നുണ്ടല്ലേ പുതിയാപ്പിളെ. എങ്ങനെ പോന്നേ? എന്ത് ഹരാക്കിന്റെ മങ്ങനറായത്, എന്ത് ഹരാക്കിന്റെ മങ്ങന പുതിയാപ്പിള കൊണ്ടുവന്നേ. എങ്ങറിയാം എങ്ങനെ പോയിനെ? പോകേണ്ടത് ഇങ്ങനെ. എന്തങ്ങനെ ആഡംബരാക്കേണ്ട അകത്തൊന്നുമില്ല. ഞമ്മക്കറിയില്ല, ഞങ്ങൾക്ക് ഇതിന്റെ വിഷയമൊന്നുമില്ല. ഞങ്ങ പോന്നേ, എനിക്ക് അയച്ചു ഞങ്ങ വരുന്നേ. പിന്നത്തെ വിഷയം ഞങ്ങൾക്കൊന്നുമില്ല. മനസ്സിലായ? കാലത്ത് ചട്ടിയില്ല, മംഗളത്തിന് മണ്ണിന്റെ ചട്ടി കൗത്തൊക്കെ വെച്ചോളൂ, തലക്കിട്ടോളൂ പോകുന്നു. എന്ത് വിരാന്തറ, എന്തിനാത്? നിനക്ക് 60-70 കൊല്ലത്തെ ജീവിതം നയിക്കണ്ടേ? നീ വേഷം കോലം കെട്ടിക്കൊണ്ട് ഇസ്ലാമിനെ പരിഹസിക്കണ്ട, ഇസ്ലാമിനെ കളിയാക്കണ്ട. ഇസ്ലാമിൽ പഠിപ്പിക്കുന്ന നിക്കാഹ് മംഗലം മഹത്വമായിരിക്കുന്ന വലിയ പുണ്യമൊരുക്കുന്ന എന്റെ തിരുസുന്നത്തിന് വിട്ടതാണ് നിക്കാഹ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. നീ അതിനെ പരിഹസിക്കാൻ പാടില്ല, കളിയാക്കാൻ പാടില്ല. നടക്കുന്നതേ അങ്ങനെ. ഒരർത്ഥം മംഗളത്തിന് നിക്കാഹിരിക്കുന്ന പുതിയാപ്പിളെ ആ വേഷം കെട്ടിട്ടിരിക്കുന്ന കോലം നോക്കണം. പുതിയാപ്പിളായിട്ട് വരുന്നു. എന്താ പഞ്ചാബിന്റെ എടുത്ത് രാജസ്ഥാനിന്റെ ആൾക്കാർ ഓറ് വെച്ച ബാല് പോലെ ഉണ്ട്. ഉടുത്തോളം ബീമ്പു തലേ കെട്ടിട്ട് പുതിയാപ്പിള ഇരിക്കുന്നല്ലോ. അക്കാരിക്ക് എന്തൊരു കോലം കെട്ടിട്ടുള്ള കണ്ടില്ല. ജീവിതത്തിൽ തലേ കെട്ട് കെട്ടുന്ന 2 പ്രാവശ്യം. ഒന്ന് മയ്യത്ത് കുളിപ്പിച്ചിട്ട് അവിടെ കൊടന്നിട്ട് ഒരു തലേ കെട്ട, പിന്നൊരു മയ്യത്തെപ്പോ, ഒരു മയ്യത്തല്ല സോറി, പിന്നൊരു തലേ കെട്ടിയപ്പോ. അല്ലെങ്കിൽ ഇതാ എനിക്ക് ആരേക്ക് പോകും കെട്ടിയത് ഊർത്തോളുടെ ബാല്. പരിഹസിക്കുന്നല്ലേ അത്? പണ്ഡിത ഇസ്ലാമിന്റെ തലയെക്കെട്ടെ പരിഹസിക്കുന്നല്ലേ? നീ വരുന്ന പള്ളിക്കോറ്റ് 2 റക്അത്ത് നിസ്കരിച്ചില്ലേ? നീ സുന്നത്ത് 2 റക്അത്ത് നിസ്കരിച്ചിരിക്കുവോ? ഇന്ന് വരെ സുന്നത്ത് എടുക്കുന്ന നീ എന്തിനങ്ങനെ കോലം കെട്ടുന്ന പുതിയാപ്പിളയാകുമ്പോ? ചെറുപ്പക്കാർ മരക്കാരൻ മനസ്സിലായിക്കോളി. ഒരിക്കലും കെട്ടത് അങ്ങനത്തെ തലയെ കെട്ട് നീ പുതിയാപ്പിള ഇരിക്കണ്ട. നീ പരിഹസിക്കണ്ട തലയെ കെട്ട ഈ സുന്നത്തിനൊക്കെ. നല്ല ഷോക്കൽ ബലത്തെ ഡ്രസ് ഇടാ, നല്ല ഒരു തൊപ്പി വെക്കാം. അന്നൊരു തൊപ്പി വെക്കാനോ നിനക്ക് ഗതിയില്ല. എന്നിട്ട് വാളിങ്ങനെ ചുറ്റി കെട്ടുന്നേ ചിലര്. ഒരു തൊപ്പി വെക്കാനുള്ള ഗതിയില്ല. പിന്നെ 24 മാല, പെണ്ണിന്റെ മാല പോലത്തെ കൗത്തൊക്കെ പോലെ മാലിട്ട് ഓന്റെ ഡ്രസ്സിന്റെ മാല കണ്ടെങ്കിൽ മാലയോടുകൂടെ മാല, ഒരു നേരിയ നീല് നെല്ല് തലേ കെട്ട്, പാലും വെച്ച് തലേ കെട്ട്. ആകരുത് അങ്ങനെ.
ആ മുഞ്ഞാതൊരു മംഗളത്തിന് ഞാൻ കൂടി, ഏത് മംഗളത്തിന് ഓർമ്മയില്ല. മര്യാദയ്ക്ക് വെളുത്ത ഡ്രസ്സ് കിട്ടണം, ഒരു തൊപ്പി വെച്ച് അൽഹംദുലില്ലാ സന്തോഷമായി കണ്ടിട്ട് നല്ല വർക്കത്തുണ്ടാവും ആ മംഗളത്തിന്. സൂക്ഷിക്കണം. അപ്പൊ അങ്ങനെയല്ല ചെയ്യണ്ട, മനസ്സിലായ? ഒരു സാധാരണ നല്ല പേടിക്കണോ, നിക്കാന്ന് പേടി വേണം, ഭയം വേണം. സുബ്ഹാനല്ലാഹ്, എന്റെ കുടുംബത്തിലൊക്കെ മംഗലം കഴിഞ്ഞതിന് ചെറുപ്പകാലത്ത് ഓർമ്മയാകുന്നുണ്ട്. ഇത് പറയുമ്പോൾ എന്റെ കാക്കമാർ മംഗലം അയച്ചത് ഓർമ്മയാണ്. എന്റെ കാക്കമാർ പണ്ടത്തെ മംഗലം അത് ചെല്ലണ്ട, നിങ്ങൾക്കെല്ലാവരും വയസ്സന്മാർക്ക് അങ്ങനെ സുബ്ഹാനല്ലാഹ് 11 മണിക്ക് പകല് 11 മണിക്കാണ് നിക്കാഹെങ്കിൽ സുബ്ഹാന ജല്ല ജലാലുഹു വദാ 10 മണിക്ക് 9 മണിക്ക് തന്നെ ഒരുങ്ങിയിട്ട് ഉമ്മാന്റെ കൈ പിടിച്ചിട്ട് പൊരുത്തം ചോദിക്കുന്നു, ബാപ്പാന്റെ കൈ പിടിച്ചിട്ട് പൊരുത്തം ചോദിക്കുന്നു. എല്ലാ കുടുംബത്തിലുള്ള ആളുകളെയും പൊരുത്തങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് സുഹൃത്തുക്കളെ അവരൊക്കെ നിക്കാഹിന് പോയിട്ട് ഇരുന്നത്. നീ ഇങ്ങനെ കോലം കെട്ടിട്ട് വേഷം കെട്ടിട്ട് നീ നിക്കാഹിന് പോകരുത് കേട്ടോ. ബഹുമാനപ്പെട്ട തങ്ങള്, നമ്മള് ആവേശത്തോട് കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട മുസ്താഖുർ റഹ്മാൻ തങ്ങള് ചട്ടക്കല്ല് തങ്ങൾ ഇവിടെ ഹാജരായിട്ടുണ്ട്. ഇനി ഞാൻ എന്റെ വിഷയം നീട്ടൂല കേട്ടാ, ഞാൻ വാക്കി ചുരുക്കാൻ പോവുകയാണ്. അപ്പോൾ വലൈക്കുസ്സലാം വറഹ്മത്തുള്ളാഹി. അപ്പൊ ജാഗ്രത സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ പുതിയാവളെ പോണ്ടാന്ന് ഞാൻ പറഞ്ഞു വന്നത്, മനസ്സിലായ? കോലം കെട്ടിട്ട് ഇസ്ലാമിന്റെ നിക്കാഹിനെ പരിഹസിച്ചിട്ട് തമാശാക്കിട്ട് നീ അങ്ങനെ ചെയ്യണ്ട. പുതിയാപ്പിളെ പെണ്ണിന്റെ പുരക്ക് പോയിട്ട് അവിടെ ഫാൻ അടിച്ചു പൊളിക്കുന്നത്, ബെഡ് പിളച്ചു കീറുന്നത്, എന്ത് അഹങ്കാരം! വല്ല മാനസിക രോഗികളാണോ പുതിയാപ്പിളുടെ കൂടെ പോകുന്നവരൊക്കെ? മാനസിക രോഗികളാണോ? പുതിയാപ്പിളമാർ ശ്രദ്ധിക്കണം. നീ നിന്റെ കൂടെ കൂട്ടിക്കൊണ്ട് പോകുന്ന ചങ്ങാതിമാരെ അവരെ നീ വിളിക്കരുത്, ക്ഷണിക്കരുത്. മംഗളത്തിന് അങ്ങനത്തെവരെ ഭാര്യന്റെ വീട്ടിൽ പോയിട്ട് ഫാൻ അടിച്ചു പൊളിക്കുന്നവര്, ബെഡ് പൊറിച്ചു കീറുന്നവര്, ചില പെണ്ണുങ്ങൾ പുതിയ വന്നിട്ട് ഓർക്ക് ഐസ്ക്രീമിന്റെ ഡിമാൻഡ് വെക്കുന്ന ചില 2ാം നമ്പർ പെണ്ണുങ്ങളുണ്ട്. ഐസ്ക്രീമിന് തെളി കാണാത്തവർ ഐസ്ക്രീം യാചിച്ചു തിന്നുന്നതിൽ പിന്നെ ഒരു ടേസ്റ്റ് ആരുണ്ടല്ലേ? ചില അങ്ങനത്തെ ആൾക്കാരുണ്ട്. എത്ര വില സമ്പത്തുണ്ടെങ്കിൽ ഓർക്ക് യാചിക്കണം. യാചിക്കുന്നതിന് വേറെ ടേസ്റ്റ് ഉണ്ട്. പെണ്ണുങ്ങൾക്ക് അങ്ങനത്തെ ഐസ്ക്രീം യാചിച്ചില്ലെങ്കിൽ അവർക്കൊരു വർക്ക് വരുന്നില്ല. എന്ത് നാണം കണ്ട പെണ്ണുങ്ങൾ! തിരികണ്ടോ ഈ കാലഘട്ടത്തെ ഐസ്ക്രീം വെക്കുവാരെങ്കിലും? ഞങ്ങളെ പണ്ടത്തെ ചെറുപ്പത്തെ ഞങ്ങളെ വയസ്സുകാലത്തെങ്കിൽ ഐസ്ക്രീമിന് കൊതി പിടിച്ചൊരു കാലം കണ്ടുപെട്ടു പണ്ടുണ്ട്. ഈ കാലത്താർക്ക് ഐസ്ക്രീം നാണമുള്ളവർ ഹയാളുള്ളവർ ചോദിക്കും, എന്ത് വിരാന്ത്? അപ്പൊ ആണുങ്ങൾക്ക് മാത്രമല്ല, ഈ പെൺപിള്ളേർക്കും ഇങ്ങനത്തതുണ്ടോ മാനസിക? ഞാൻ പറയുന്നത് പുതിയാപ്പിളമാര് അത്തരം അനാചാരങ്ങൾ നടത്തുന്ന, അക്രമം നടത്തുന്നവർ, അവർ ഒരു കാരണവശാലും നമ്മളെ പുതിയാപ്പിളെ കൊണ്ടുപോകും, നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ ക്ഷണിക്കരുത്. അവരെ മംഗലാക്കുന്നവരെ പുതിയാപ്പിളാവാൻ പോകുന്നവർ അവരെന്തിനെ വിളിക്കണം നീ? എന്നിട്ട് പിന്നെ ചെന്നത് ഞാൻ അതിന്റെ ആളല്ല, അത് അവറോ നീ വിളിച്ചിട്ടില്ലേ അവർ വരുന്നേ? ഞാൻ എന്റെ വാക്ക് ചുരുക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അങ്ങനെ ബഹുമാനപ്പെട്ട സാബിത്ത് റളിയല്ലാഹു അൻഹു അങ്ങനെ മംഗലക്ക് നിക്കാഹ് കഴിച്ചിട്ട് പുതിയാപ്പിള ഈ ആഡംബരമൊന്നുമില്ല. മൂപ്പറ സീത പോയില്ല പുതിയാപ്പിളുടെ പുരക്ക്. ഇസ്ലാമിന് അത്രേ ഉള്ളൂ. പുതിയാപ്പിളെ കൊണ്ടുപോയി ഡങ്കുർ അടിച്ചോണ്ട് പോണേ, വല്ല വിശേഷാക്കാനൊന്നും അങ്ങനൊന്നും ഇസ്ലാമിലില്ല. നിക്കാഹ് ഒന്ന് ബർക്കത്തിന് വേണ്ടിയിട്ട് കഴിക്കണം. അതിന് വല്ല തങ്ങന്മാർ ആരെങ്കിലും വിളിച്ചോണ്ട് ഇത് മാത്രമല്ല, 4 തങ്ങന്മാരുണ്ടാവും നിക്കാഹ് കഴിക്കുമ്പോ. തങ്ങന്മാരെല്ലാം വിളിച്ചു നിക്കാഹ് കഴിക്കുമ്പോ ചടങ്ങിന് നിക്കാഹ് കഴിഞ്ഞിട്ട് പുതിയാപ്പിള നോക്കുമ്പോ വേറെ നീ എന്തിനു പിന്നെ തങ്ങന്മാരെല്ലാം ക്ഷണിച്ച എന്തിനാണ് പിന്നെ? പോട്ടെ സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട സാബിത്ത് റളിയല്ലാഹു അൻഹു അങ്ങനെ പുതിയാപ്പിളുടെ പുരക്ക് പെണ്ണിന്റെ പുരക്ക് പോയിട്ട് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് അവിടെ പോയിട്ട് ഭാര്യന്റെ വീട്ടിലേക്ക് പോകുന്ന ഫസ്റ്റിന് പോയിട്ട് നോക്കുമ്പോ അല്ലാഹ് അവിടെ ഗമ്മത്ത്. ഭാര്യ സന്തോഷമായി. പെണ്ണ് മയ്യത്ത് പോലത്തെ പെണ്ണാണെങ്കിലും മോശമില്ല. പുതിയാപ്പിളക്ക് സൽക്കാരം വലിയ നല്ല സൽക്കാരമുണ്ട്. അങ്ങനെ മൂപ്പർക്ക് അവിടെ വലിയ ഹൊസിയായിട്ട് അവിടെ പോയിട്ട് വീട്ടുകൂടിയല്ലേ. കൂടിയിട്ടാകുമ്പോ തങ്ങളെ ഞാൻ നിർത്തിയാട്ടാ, ഞാൻ നിർത്തിയില്ല, അവസാനിപ്പിക്കുന്നത്. ഓറല്യത്തിന് ഞാൻ എപ്പോഴും പറയില്ല, വിഷയം പറയില്ല, തങ്ങൾ പറയത്തിട്ട് അങ്ങനെ ഉണ്ടാക്കി അവിടെ പുരക്ക് പോയിട്ട് വീട്ടു പോയി പുര വീട്ടിൽ നോക്കുമ്പോ കേട്ടോ
പോയിട്ട് നോക്കുമ്പോ ഇവിടെ പെണ്ണ് തിളങ്ങുന്ന 16 ചന്ദ്രനെ പോലെ പിടങ്ങുന്ന സുന്ദരിയായ പെണ്ണ്. അവർക്ക് കണ്ണിന് ഒരു കുഴപ്പമില്ല, അവര് കാത് കേൾക്കുന്നതിന് ഒരു കുഴപ്പമില്ല, സംസാരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. നല്ല പെണ്ണ്, സുന്ദരിയായിരിക്കുന്ന പെണ്ണാണ്. പോയിട്ട് നോക്കുമ്പോ വിട്ടുകൊടുത്ത് നോക്കുമ്പോ സാബിത്രക്ക് പിന്നെ ആള് മാറി. പെണ്ണ് കാട്ടിയിട്ട് വേറെ പെണ്ണിനെ വായിക്ക് നേട്ടുണ്ടല്ലേ അല്ലേ? കാട്ടിയതൊരു പെണ്ണ്, വായിച്ചതൊരു പെണ്ണ്, എന്നിട്ട് ആ നേട്ടുണ്ടല്ലേ എന്ന പോലെ ഇത് ചെല്ലിയതൊരു പെണ്ണ്, കിട്ടിയതൊരു പെണ്ണ് നായി പോയിനോ. അത് പേടിയായി സാബിത്രക്ക്. കുറച്ച് ദൂരം നിന്ന് അകന്ന് നിന്ന് ഇത് ആള് മാറിനേ. എനിക്ക് ചെല്ലിയ പെണ്ണെല്ലാം കിട്ടിനേ. മനസ്സിലായ? ബഹുമാനപ്പെട്ടവർ മാറി നിന്നിട്ട് നമുക്ക് ആ പെണ്ണോടൊന്ന് ചോദിക്കുന്നു, യാ സയ്യിദി, അല്ലയോ പ്രിയപ്പെട്ട ഭർത്താവേ, യാ സയ്യിദി, എന്തിനാണ് ലിമ തഹാശുനി മാതാ തഹാശുനി മിന്നി വാന സൗജുക്കി, ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ, നിങ്ങൾ എന്തിനാണ് എന്നെയും വിട്ട് മാറി നിൽക്കുന്നത്, എന്തിനാണ് ദൂരത്ത് പോകുന്നത്, എന്തിനാണ്? അപ്പോൾ ബഹുമാനപ്പെട്ട സാബിത്ത് തങ്ങൾ പറഞ്ഞു, ഇന്ന അബാക്കി അഖ്ബറനി അൻകി അൻ ഗൈരി ഹാദിഹി സിഫാത്ത്, അല്ലയോ പെണ്ണെ, നിന്നെ ഇങ്ങനെയല്ല ഇതിന്റെ ബാപ്പ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. നിന്റെ ബാപ്പ തന്നിരുന്ന രൂപം വേറെയാണ്, നിന്റെ വസ്തുവൊക്കെ വേറെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. നിനക്ക് കണ്ണ് കാണുന്നില്ലെന്നും നാവും അറിയില്ലെന്നും നിനക്ക് കാത് കേൾക്കുന്നില്ലെന്നുമാണ് നിന്റെ ബാപ്പ എനിക്ക് പറഞ്ഞു തന്നത് എന്ന് ബഹുമാനപ്പെട്ട സാബിത്ത് തങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് പെണ്ണ് പറഞ്ഞത്, യാ സയ്യിദി സ്വദഖ അബി, എന്റെ ബാപ്പ പറഞ്ഞത് നേരെ. പക്ഷേ എന്റെ ബാപ്പ പറഞ്ഞതിലേക്ക് വേറെ അർത്ഥമുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ എന്നല്ല മനസ്സിലാക്കിയതുപോലെ എന്റെ ബാപ്പ പറഞ്ഞത്. അവൾക്ക് കണ്ണ് കാണുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, എന്റെ ജീവിതത്തിൽ ഞാൻ ഹറാമായ ഒരു വ്യക്തിയെയും എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, ഒരു ഹറാമ ഞാൻ നോക്കിയിട്ടില്ല. അതാണ് എന്റെ ബാപ്പ കണ്ണ് കാണുന്നില്ല എന്ന് പറഞ്ഞത്. ഹലാല് നോക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, നല്ലത് നോക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, ഹറാമ് എന്റെ മോള് നോക്കിയിട്ടില്ല എന്നാണ് കണ്ണ് കാണൂല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. മാത്രമല്ല എന്റെ വാപ്പ എന്നെ പറ്റി കാത് കേൾക്കാത്തവളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹറാമായ ഒരു പാട്ട് കേട്ടിട്ടില്ല, ഹറാമായ ഒരു ശബ്ദം കേട്ടിട്ടില്ല, ഹറാമായ ഒരു വ്യക്തിനെ എന്റെ ബാപ്പ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുമില്ല. അതാണ് ഞാൻ കാത് കേൾക്കാത്ത പെണ്ണ് എന്ന് എന്റെ ബാപ്പ പറഞ്ഞതിന്റെ അർത്ഥം. നാവ് വരാത്തവളാണ്, സംസാരിക്കാൻ കഴിയാത്ത ആളാണ് എന്നെ പറ്റി ബാപ്പ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹറാമ് എന്റെ നാവ് കൊണ്ട് ഞാൻ മൊഴിഞ്ഞിട്ടില്ല, ഹറാമ് എന്റെ ഒരു വാക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല. അതാണ് എന്റെ ബാപ്പ എന്നെ പറ്റിയിട്ട് കണ്ണ് കാണാത്തവള്, കാത് കേൾക്കാത്തവള്, സംസാരിക്കാൻ കഴിയാത്തവള്, കൈയൊന്നും കൊഴിഞ്ഞു പോയവളാണ്, കൈയൊന്നും ഫലമില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഹറാമിന് എന്റെ കൈ കൊണ്ട് ഞാൻ ഇതുവരേക്കും ഒന്നും തൊട്ടിട്ടില്ല. അതാണ് എന്റെ ബാപ്പ എന്നെ പറ്റി പറഞ്ഞത്. ഹറാമ് തൊടാത്തവളാണ് ഞാനീ, ഹറാമിലേക്ക് നടക്കാത്തവളാണ് ഞാനീ, ഹറാമ് ചെയ്യാത്തവളാണ് ഞാനീ, ഹറാമ് എന്റെ കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ ഒന്നും ചെയ്യാത്തവളാണ്. ഇതിനെ പറ്റിയാണ് എന്നെ പറഞ്ഞു തന്നത്. ഏറ്റവും സന്തോഷകരമായ ജീവിതം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, സഹോദരിമാരെ, പെൺകുട്ടികളെ, നമ്മളൊക്കെ വിവാഹം നടത്തുന്നതിന് മുമ്പൊക്കെയും ഹറാമിന്റെ കൂമ്പാരങ്ങളാണ്. ധാരാളം ഹറാമുകളെ കൊണ്ട് തുടങ്ങിയിട്ട് നമ്മൾ വിവാഹം കഴിക്കരുത്. ഇതിൽ നമുക്ക് വലിയ പാഠമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഒരൊറ്റ വീട്ടിലും ഇന്ന് സമാധാനമില്ല. എല്ലാ വീട്ടിലും ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രശ്നമാണ്. എല്ലാ വീട്ടിലും മൊബൈലുകൾ പരസ്പരം ഭർത്താവിന്റെ മൊബൈലിന്റെ ഫോൺ നമ്പർ നോക്കിയിട്ട് ചെക്കാക്കുന്ന പെണ്ണ്, ഭാര്യന്റെ മൊബൈൽ നോക്കിയിട്ട് അന്യവനുമായി ബന്ധമുണ്ടോ എന്ന് നോക്കുന്ന ഭർത്താവ്, അന്യ സ്ത്രീയുമായി ബന്ധമുണ്ടോ എന്ന് നോക്കുന്ന പുരുഷന്മാർ, ഇങ്ങനെ വിവാഹ വൈക്കം നടത്തിയതിന് ശേഷം വീടുകളിലൊന്നും സമാധാനമില്ല. ഈ രൂപത്തില് ഹറാമുകൾ ധാരാളമായി ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് വിവാഹം കടത്തി കഴിഞ്ഞാൽ അതിന് ജനിക്കുന്ന മക്കള് നിസ്കരിക്കൂല, അതിന് ജനിക്കുന്ന മക്കള് നോമ്പനുഷ്ഠിക്കൂല, അതിന് ജനിക്കുന്ന മക്കള് കള്ളുകുടിയന്മാരാണ്, അതിന് ജനിക്കുന്ന മക്കള് കഞ്ചാവുകാരാണ്. ബാപ്പമാരെ,
അതിന് ജനിക്കുന്ന മക്കള് ഒരു കാരണവശാലും നിങ്ങളെ പിടിത്തത്തിന് കിട്ടൂല, നിങ്ങളെ കൺട്രോളിൽ കിട്ടൂല. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, വിവാഹം കഴിഞ്ഞിട്ട് മക്കളൊക്കെ ആയതിന്റെ ശേഷം തങ്ങന്മാരെ സമീപിച്ചിട്ട് ഉസ്മാന്റെ പണിക്കാരെ സമീപിച്ചിട്ട് എന്റെ മക്കള് ശരിയില്ല, എന്റെ മക്കളെ ബുദ്ധി നേരെയില്ല, അവർ പറഞ്ഞതനുസരിക്കുന്നില്ല, അവരെ കൺട്രോൾ ആകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം ആലോചിക്കേണ്ടത് വിവാഹത്തിന് മുമ്പാണ്, വിവാഹം കഴിക്കുന്ന നേരത്താണ്. നിക്കാഹ് കഴിയുന്ന സമയത്ത് വലിയ ബറക്കത്തുള്ള നിക്കാഹാക്കിയിട്ട് അത് ചെലവ് കുറഞ്ഞ നിക്കാഹാണ്, ബറക്കത്തുള്ള നിക്കാഹ് എന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 25 ലോൺ എടുത്തിട്ട് മംഗലം കഴിച്ചിട്ട് ഹറാമിന്റെ പണം കൊണ്ടിട്ട് മംഗലിച്ചിട്ട് ആഡംബരം നടത്തിയിട്ട് ജീവിതം താറുമാറാക്കരുതേ. അർഹമുർ-റഹീമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ നീട്ടുകയല്ല, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ പഠിപ്പിച്ച ഒരേ ഒരു ആയത്ത് ഞാൻ അർത്ഥം വെച്ച് എന്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലാഹു ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും, നിങ്ങളെ തടി നിങ്ങൾ കാത്തോളി. നരകത്തിലേക്ക് പോകുന്ന കാര്യങ്ങള്, ഹറാമുകൾ നിങ്ങളെ വെക്കുന്ന വരരുത്, നിങ്ങളെ തടി കാത്തണം. വാഹ്ലീകൂ, നിങ്ങളെ ഭാര്യ മക്കളെ കാക്കണം. ഭാര്യമാർ ചെല്ലുന്നതെല്ലാം കേട്ടിട്ട് മംഗലം പൊടി പൊടിക്കരുത് കേട്ടോ. മക്കളെ ചെല്ലുന്നതെല്ലാം കേട്ടിട്ട് പല പാർട്ടികളും ഉണ്ടാക്കിയിട്ട് നിങ്ങളെ നശിപ്പിക്കരുത്, നരകവാസികളാക്കരുത്. അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ. ആ നരകം നിങ്ങൾ പേടിക്കണം. ആ നരകമെന്ന് പറയുന്നത് അവിടെ കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയും കല്ലുകളെയുമാണ്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്. ആ കഠോരമായ നരകമുണ്ടല്ലോ, അവിടെ മലായികത്തുകളുണ്ട്, കടുപ്പക്കാരാകുന്ന മലായികത്തുകളാണ്. നിന്നെ കൊണ്ടുപോയിട്ട് ആ തീയിലിട്ടിട്ട് ചുട്ടുകരിക്കുന്നതിൽ ആ മലായികത്തിലേക്ക് ഒരു കരുണയും ഉണ്ടാവൂല. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹും. അല്ലാഹു കൽപ്പിച്ചത്, അല്ലാഹുവിന്റെ ദീനിനോട് ധിക്കാരം കാണിച്ച ആൾക്കാരോട് അവരെ കടുത്ത ശിക്ഷക്കല്ല വിധേയമാക്കുമ്പോഴേക്കും അല്ലാഹു കൽപ്പിച്ചതിനിക്ക് അല്പം പോലും മാറ് കാണിക്കാതെ നിന്നെ വലിച്ചു കൊണ്ടുപോയിട്ട് നരകത്തിൽ എറിയുന്നതാണ്. അതുകൊണ്ട് ഭാര്യന്റെ കാര്യത്തില്, മക്കളെ കാര്യത്തില് നീ അല്ലാഹനെ പേടിച്ചോ. അർഹമുർ-റഹീമീനായ സയ്യിദായ തമ്പുരാനെ, സാധുക്കളായ ഞങ്ങളുടെ ഈമാൻ നീ കാത്തുരക്ഷിക്കണം അല്ലാഹ്. ഞങ്ങൾക്ക് നീ ഹലാലായ, നല്ല ഹലാലായിരിക്കുന്ന മുതൽ ഞങ്ങൾക്ക് നീ ഏറ്റിത്തരണം അല്ലാഹ്. സ്വാലിഹീങ്ങളാകുന്ന ഇണകളെ ഞങ്ങൾ യുവാക്കൾക്ക് നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്നെ ധിക്കരിച്ചിട്ട്, നിന്റെ ഹബീബായ നബിതങ്ങളെ, മുത്തുനബിതങ്ങളുടെ സുന്നത്തിനെ ധിക്കരിച്ചിട്ട് വിവാഹം കഴിക്കുന്ന ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ആരെയും നീ ആക്കല്ല തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ പെൺമക്കൾക്ക് നല്ല ബുദ്ധി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്നെ മറന്നുള്ള വിവാഹം, നിന്റെ ഹബീബിനെ മറന്നുകൊണ്ടുള്ള വിവാഹം, സുന്നത്തിനെ, തിരുസുന്നത്തിനെ മറന്നുകൊണ്ടുള്ള വിവാഹം ആർക്കും നടത്താൻ നീ ആർക്കും അതിന് നീ അവസരം ഒരുക്കല്ല തമ്പുരാനെ. ഞങ്ങളെ നീ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കല്ല തമ്പുരാനെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദ്വാരന്നുകൊണ്ടിട്ട് ബഹുമാനപ്പെട്ട സയ്യിദവറുകൾ ഞങ്ങളെ സദസ്സിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എനിക്ക് കുറെ നേരം ഓറയിട്ടിട്ട് ഞങ്ങൾ കുറെ വിഷയം പറയുന്ന എനിക്ക് അർത്ഥമില്ല. ഞങ്ങൾക്ക് ഓറ വിലപ്പെട്ട ഉപദേശമാണ് ഞങ്ങൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്നത്. തങ്ങളുടെ ചട്ടക്കൽ തങ്ങളവറുകളുടെ വിലപ്പെട്ട ഉപദേശം നസീഹത്തിന് ഞങ്ങൾ കാത്തിരിക്കുന്നു. അവിടുത്തെ കൂട്ടുപ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. അർഹമുർ-റഹീമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ.